നമുക്ക് ഒരു വാക്കുകൂടെ കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അവിടുത്തെ മുമ്പാകെ നിൽപ്പാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളൂ കർത്താവേ. അവിടെ ഞങ്ങളെ തേടി വന്ന ആ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ തിരു രക്തത്താലെ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണം. ഞങ്ങളെ തന്നെ ഒരു പൂജ്യമായിട്ട് സീറോവായിട്ട് അവിടുത്തെ മുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാലെ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങേ കാണണം കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേ കേൾക്കണം, അവിടുത്തോട് ചേർന്നിരിക്കണം കർത്താവേ. അത് ഞങ്ങളുടെ ഒരു വെറും പ്രയോഗങ്ങളായി തീരാതെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വലിയൊരു വാഞ്ചയായിട്ട് അങ്ങേ ആഴത്തിൽ അറിയുവാൻ കർത്താവേ, ഞങ്ങൾ ഈ പ്രവചന പുസ്തകമാകുന്ന വെളിപാട് പുസ്തകം ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ കർത്താവേ, അങ്ങയിൽ നിന്ന് കേൾപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ നിന്ന് ആ മുന്നറിയിപ്പുകളൊക്കെ എടുപ്പാനും കർത്താവേ, വരുവാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗൗരവം, സീരിയസ്നെസ് മനസ്സിലാക്കി കർത്താവേ, ഞങ്ങൾ അതീവ ജാഗ്രതയോടെ, ഉണർവോടെ കർത്താവേ, ഒരുക്കത്തോടെ അവിടുത്തെ വരവേൽപ്പാനായിട്ട് ഞങ്ങളെ തന്നെയും അവിടുന്ന് നിർമ്മലരായിരിക്കുന്ന പോലെ ഞങ്ങളെ തന്നെയും നമ്മലീകരിക്കുവാൻ ഞങ്ങളെ അധികമായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് വെളിപാട് പുസ്തകം 16 അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇതുപോലൊരു മീറ്റിംഗ് ഇല്ലായിരുന്നല്ലോ, കോമൺ ആയിട്ടുള്ള കോട്ടേജ് മീറ്റിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വെളിപാട് 16-ന്റെ 14 വരെ ചിന്തിച്ചായിരുന്നു. 15 മുതലുള്ള പോർഷൻ ഇന്നുള്ളത്. നമുക്ക് ഞാൻ കോണ്ടെക്സ്റ്റ് അത് വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവ് പത്മോസ് ദ്വീപിലെ യോഹന്നാൻ അപ്പോസ്തലന് കൊടുത്ത ആ ഒരു വെളിപ്പാട് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. യേശുവിനെ തന്നെ ഒരു മഹത്വപൂർണ്ണനായിട്ട് വെളിപ്പെട്ട് കിട്ടിയ യോഹന്നാൻ 2-3 അധ്യായങ്ങളിൽ അന്നത്തെ സഭകളിലുള്ള ദൂതുകളെക്കുറിച്ചൊക്കെ സഭകളോടുള്ള ദൂതുകളൊക്കെ നമ്മൾ വായിക്കുന്നു. പിന്നെ സ്വർഗത്തിലെ തുറന്ന വാതിലും ആ സ്വർഗത്തിലെ പിതാവിനെയും പുത്രനെയും ആരാധിക്കുന്നതൊക്കെ 4-5 അധ്യായങ്ങളിൽ കാണുന്നു. 6-ാം അധ്യായത്തിലെ അവസാനകാല സംഭവങ്ങൾ, ഒരു മുദ്രയിടപ്പെട്ട പുസ്തകം, ഭൂമിക്ക് മേൽ വരാനിരിക്കുന്ന ന്യായവിധികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭൂമിയുടെ ആധാരം എന്ന വണ്ണമുള്ള ആ മുദ്രയിടപ്പെട്ട പുസ്തകത്തിനെ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യനായി കാണപ്പെട്ട അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവ് ഒരു മുദ്രകളായിട്ട് പൊട്ടിക്കുമ്പോൾ അവസാന കാലത്തെ സംഭവങ്ങൾ നടക്കുന്നതും ഒക്കെ നമ്മൾ 6-ാം അധ്യായത്തിൽ വായിച്ചു. പിന്നെ ഭൂമിമേലുള്ള ന്യായവിധിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ 8-ാം അധ്യായം മുതൽ വായിക്കുന്നത്. 7-ാം അധ്യായത്തിൽ കർത്താവ് ന്യായവിധി ഭൂമിയിലേക്ക് പകരുന്നതിന് മുമ്പായിട്ട് ഭക്തരായ യഹൂദന്മാരെ മുദ്രയിടുന്നതും, പിന്നീട് കർത്താവിൻ്റെ 2ാമത്തെ വരവും ആ കാന്ത കർത്താവിനോടുകൂടെ നിത്യാശ്വാസം പ്രാപിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ അതിൻ്റെ 9 മുതലുള്ള വെളിപാട് 7-ന്റെ 9 മുതലൊക്കെ വായിച്ചിട്ട് 8-9 അധ്യായങ്ങളിൽ ഭൂമിക്ക് മേലുള്ള ന്യായവിധിയെക്കുറിച്ച്, അവിശ്വാസികളുടെ മേലുള്ള ദൈവക്രോധം ഒഴുകപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയായിരുന്നു. അതേ കാര്യങ്ങൾ തന്നെ, അതിന് സിമിലറായിട്ടുള്ള കാര്യങ്ങൾ തന്നെ, അതിൻ്റെ അതുപോലുള്ള കാര്യങ്ങളാണ്. അതേ ന്യായവിധി തന്നെ വേറൊരു പരാമർശമാണ് നമ്മൾ 16-ാം അധ്യായത്തിൽ വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 10-ാം അധ്യായത്തിൽ ആ ഒരു ദൂതൻ ആണയിടുന്നതും 11-ാം അധ്യായത്തിലെ രണ്ട് സാക്ഷികൾ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള 3 വർഷക്കാലം ഇത് ക്രിസ്തുവിൻ്റെ മഹോപദ്രവം, സഭ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് സഭയെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച 2 പ്രവാചകന്മാർ, 2 കർത്താവിൻ്റെ സാക്ഷികളെക്കുറിച്ചൊക്കെ നമ്മൾ 11-ാം അധ്യായത്തിൽ കാണുകയും, പിന്നെ 11-ാം അധ്യായത്തിൽ തന്നെ 15-ാമത്തെ വാക്യം മുതലാണ് കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ ആ സഹസ്രാബ്ദ വാഴ്ചയുടെ തുടക്കത്തിലാണ് ദൈവമക്കൾക്കുള്ള പ്രതിഫലം. ദൈവമുമ്പാകെ നമ്മൾ ഓരോരുത്തരും കർത്താവിന് മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടതാകുന്നുവെന്ന് റോമർ 14-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അങ്ങനെ കണക്ക് കൊടുത്ത് അതിന് തക്കവണ്ണം, നമ്മളുടെ വിശ്വസ്തതയ്ക്ക് തക്കവണ്ണമുള്ള കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കുന്നതൊക്കെ ലൂക്കോസ് 12:48 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ദൈവം ഏറ്റവും നീതിമാനായിട്ട് ദൈവം പ്രതിഫലം നൽകുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ വെളിപാട് 11-ന്റെ 15 മുതൽ ഉള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതിൻ്റെ 17-18 വാക്യങ്ങളിൽ ആ പ്രതിഫലത്തിൻ്റെ കാര്യമൊക്കെ 18-ാമത്തെ വാക്യത്തിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രതിഫലം കൊടുപ്പാനും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. വലിയവർക്കും ചെറിയവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചൊക്കെ വായിക്കുന്നത്. പിന്നെ 12-ാം അധ്യായത്തിൽ ഇസ്രയേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ച് ഇസ്രയേലിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിനെ സാത്താൻ ഒടുക്കിക്കളയാൻ നോക്കുന്ന നിഷ്ഫല ശ്രമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ട് 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളെയും നമ്മൾ കണ്ടു. സൂവിലൊക്കെ പോകുമ്പോൾ 2 മൃഗങ്ങളെ കണ്ടെന്ന് പറഞ്ഞതുപോലെ ഇവിടെ 13-ാം അധ്യായത്തിൽ മൃഗം നമ്പർ 1 ആൻഡ് മൃഗം നമ്പർ 2. 1-ാമത്തെ മൃഗം ഇത് ക്രിസ്തു. അത് ലോകം മൊത്തം ആരാധിക്കുന്ന ആളാണ് നമ്മൾ മൃഗം എന്ന് വിളിക്കുന്നത്. ലോകം മൊത്തം ആരാധിക്കുന്ന ഒരാളെയാണ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പം ദൈവം അത് ഒരു ബീസ്റ്റായിട്ടാണ് ആ മനുഷ്യനെ കാണുന്നത്. ഈ 2 മനുഷ്യരെയും, അതായത് 1-ാമത്തെ മൃഗം
എതിർ ക്രിസ്തു, രണ്ടാമത്തെ മൃഗം കള്ളപ്രവാചകൻ. അപ്പോൾ ലോകമെല്ലാം ആരാധിക്കുന്ന ഇന്ന് തന്നെ ലോകക്കാർ ആരാധിച്ചു കൊണ്ടിരുന്ന താരങ്ങൾ, വിണ്ണിലെ താരങ്ങൾ എന്ന് പറയുന്ന താരാരാധനയൊക്കെ അതിൻ്റെ പാരമ്യത്തിലെത്തിയിരുന്ന ആ ഒരു സമയത്ത് എല്ലാം കൂടെ താഴെ വീടുന്നൊരു രംഗമൊക്കെ കേരളത്തിലും എല്ലായിടത്തുമൊക്കെ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് പോലെ ഈ എതിർക്രിസ്തുവിൻ്റെ സമയത്ത് എതിർക്രിസ്തുവിനെ അങ്ങ് ലോകം മൊത്തം ആരാധ്യനായിട്ടോ നിന്നെപ്പോലെ ആരാധിക്കാൻ ആരുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെളിപാട് 13-4 വാക്യത്തിൽ അത് വർഷിപ്പ് ദ ബീസ് സെയിങ് ഹൂ ഈസ് ലൈക്ക് ദ ബീസ് ഹൂ ഈസ് ഏബിൾ ടു വേജ് വാർ വിത്ത് ഹിം. അത്ര വലിയ ഫാൻസ് അസോസിയേഷനാണ് ഉള്ളത്. അത് 13-4 വാക്യത്തിൽ മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു പ്രോസ്കീനിയോ, ആരാധിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വർഷിപ്പ് ചെയ്തു. അങ്ങനെ വലിയ മനുഷ്യരുടെ ആരാധന സ്വീകരിക്കുന്ന ഒത്തിരി താരങ്ങളും വലിയ ഹീറോസും ഒക്കെയാണ് ലോകത്തിൽ എപ്പോഴും ഉള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി ഓരോരോ സമയത്ത് ഓരോ രംഗത്ത് ഉണ്ടാകുന്നൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അമാലേക്യരുടെ പാപം തികയോളം അവരുടെ ന്യായവിധി ദൈവം അത് ഒരു സമയത്തേക്ക് ഡിലേ ചെയ്തു, താമസിപ്പിച്ചു വെച്ചു എന്നൊക്കെ നമ്മൾ ഉൽപ്പത്തി 15 അധ്യായത്തിൽ അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? ഉൽപ്പത്തി 15 അധ്യായത്തിൽ എബ്രഹാമിനോട് പറയുമ്പോൾ, അതായത് എബ്രഹാമിൻ്റെ സന്തതികൾ ഒരു സമയം വരെ ഈജിപ്തിലായിരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈജിപ്തിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് 4ാം തലമുറക്കാർ, ഉൽപ്പത്തി 15 അധ്യായം ജെനസിസ് ചാപ്റ്റർ 15:16, 16ാമത്തെ വാക്യത്തിൽ 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. ഈ കനാന്യ ദേശത്തേക്ക്, എബ്രാഹിമിന് കൊടുക്കുന്ന ഈ കനാന്യ ദേശത്തേക്ക് മടങ്ങി വരും. അവർ മിസ്രൈമിൽ നിന്ന് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ഇനിക്വിറ്റി ഓഫ് ദ അമോറൈറ്റ്സ് ഇസ്, അമാലക്യരുടെ അല്ല, അമോര്യരുടെ. അമാലക്കൈറ്റ്സ് എന്ന് പറയുന്നത് അത് വേറെയാണ്. ഇത് അമോറൈറ്റ്സ്. അമോര്യരുടെ അക്രമം, ഇനിക്വിറ്റി ഓഫ് ദ അമോറൈറ്റ്സ് ഈസ് നോട്ട് എറ്റ് കംപ്ലീറ്റ് എന്നുള്ള വാക്ക് ശാലയം എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ശാലയം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നുള്ള വാക്കിനെ യെരുശലേം, സലയം എന്നുള്ള അതേ വാക്ക് തന്നെ ആ സമാധാനം എന്നുള്ളൊരു അർത്ഥമുണ്ട്. കംപ്ലീറ്റ്, ഫിനിഷ്ഡ്, ഫുൾ എന്നൊക്കെയുള്ളൊരു അർത്ഥമുണ്ട്. പെർഫെക്റ്റ് എന്നുള്ളൊരു അർത്ഥമുണ്ട് ആ വാക്കിന്. അപ്പം അങ്ങനെ അമോര്യരുടെ അക്രമം തികഞ്ഞിട്ടില്ല, ശാലയമായിട്ടില്ല. ശാലയമാകുമ്പോൾ ആ ഒരു ദൈവം പല രംഗങ്ങളിലും ന്യായവിധി, ഇപ്പം തന്നെ ബാബിലോണിൻ്റെ ന്യായവിധിയാണ് നമ്മൾ വെളിപാട് 17 അധ്യായത്തിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ദൈവം ഒരു സമയം വരെ ഇതെല്ലാം ആ ഒരു ആ ഒരു പാപത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നിടം വരെ ദൈവം അങ്ങ് കാത്തിരിക്കുന്നു. അതിനു മുമ്പ് ആരെങ്കിലും എല്ലാവരും മനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടാനായിട്ട് ദൈവം അങ്ങ് ഡിലേ ചെയ്ത് ദൈവം കാത്തിരിക്കുക. ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരുന്നതിനായിട്ട് താമസമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, എന്നാൽ യഥാർത്ഥത്തിൽ താമസമല്ല. ചിലർ കരുതുന്ന പോലെ താമസമല്ല എന്നൊക്കെ നമ്മൾ 2 പത്രോസ് 3:9 വാക്യത്തിൽ വായിക്കുന്നത് പോലെ, 2 പത്രോസ് 3:9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നേ, ലോർഡ് ഇസ് നോട്ട് സ്ലോ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. 2 പത്രോസ് 3:9. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദൈവം ദീർഘക്ഷമയായിട്ട് ഒരു സമയം വരെയും ആ ന്യായവിധിയൊക്കെ അങ്ങ് ഡിലേ ചെയ്ത്, എന്നാൽ ഒരു സമയം എത്തുമ്പോഴത്തേക്കും ദൈവം ചില ന്യായവിധികളെ ഈ താരങ്ങളുടെ മേലെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ മൃഗത്തിൻ്റെ മേലുള്ള ന്യായവിധിയെക്കുറിച്ചാണ് നമ്മളിപ്പം 16ാം അധ്യായത്തിൽ വായിക്കുന്ന ആ പോർഷനിലെ മൃഗത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേൽ ഈ വലിയ ഒരു കുടം കൊണ്ട് കമഴ്ത്തി എന്നുള്ള രീതിയിലുള്ള ന്യായവിധിയാണ് നമ്മളിവിടെ വായിക്കുന്നത്. വെളിപാട് 16ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ അങ്ങേയാഴ്ച വായിച്ചു. അതിൻ്റെ ഓൾമൈറ്റ് 4th ഏഞ്ചൽ, അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് ദ 5th ഏഞ്ചൽ, അതായത് 10ാമത്തെ വാക്യം. വെളിപാട് 16ന്റെ 10ാമത്തെ വാക്യത്തിൽ 5ാമത്തവൻ തൻ്റെ കലശം എന്ന് പറഞ്ഞ ഒരു ബൗൾ, ഒരു വലിയൊരു കുടം മാതിരി കലശം, ബൗൾ അല്ലെങ്കിൽ വയൽ, കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ, 10ാമത്തെ വാക്യം, അതായത് 16ന്റെ 10, 5ാമത്തവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അതുവരെ ലോകാരാധ്യനായിട്ട് ഇരുന്ന ആ മൃഗം പെട്ടെന്ന് ഇവിടെ കലശമൊക്കെ തലവഴിയെ വീഴുക. കലശം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്രോധ കലശം. നമ്മളുടെ സാധാരണ ഒരു വെള്ളം കൊണ്ടൊഴിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്ക് കൊണ്ടൊഴിക്കുന്നത് പോലെയോ അല്ല. ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറഞ്ഞാൽ അത് ആ ക്രോധമാണ്, ദൈവത്തിൻ്റെ പാപത്തിൻ്റെ മേലുള്ള ക്രോധം മൊത്തവും യേശു കർത്താവ് നമുക്കായിട്ട് കൽവരി കുരിശിൽ വെന്തെറിഞ്ഞ് കർത്താവ് അതെല്ലാം സഹിച്ചു. എന്നാൽ അത് ഏറ്റെടുക്കാതെ അതിനെതിരെ മത്സരിച്ച്
അതിനെതിരെ എല്ലാവരെയും മത്സരിക്കാൻ നേതൃത്വം നൽകിയ ഈ മൃഗത്തിൻ്റെ മേൽ ദൈവത്തിന് ന്യായവിധി കൊണ്ടുപോയി ഒഴിക്കുന്ന ഒരു കാര്യമാണ് അവിടെ വെളിപ്പാട് 16-10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി എന്നുള്ളൊരു കാര്യമൊക്കെ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കഷ്ടനിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൻ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തൻ്റെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 11 വാക്യത്തിലേക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ആ 13 വാക്യത്തിൽ ഇപ്പം നമ്മൾ മൃഗശാലയിൽ പോയി സൂവിൽ പോയി ഇന്ന മൃഗത്തെ കണ്ടെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കണ്ണിൽ ഈ വെളിപാട് 13 മൃഗം നമ്പർ 1, മൃഗം നമ്പർ 2 ലോകക്കാരെ ആരാധിക്കുന്ന പാത്രങ്ങളാണ്. എന്നാൽ ലോകക്കാരുടെ ആരാധനാപാത്രങ്ങൾ പലപ്പോഴും ദൈവത്തിന് മുമ്പാകെ ലോകത്തിന് മുമ്പാകെ മഹത്വമുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന് മുമ്പാകെ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന് അതൊക്കെ അല്ലാതെ അറപ്പ്, ഡിറ്റസ്റ്റബിൾ, അബോമിനേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഞാനല്ല പറഞ്ഞത്, ലൂക്കോസ് 16-15 കർത്താവ് പറഞ്ഞത്. മനുഷ്യന് മുമ്പാകെ മഹത്വമുള്ളതൊക്കെ ലോകത്തിന് മുമ്പാകെ മഹത്വമായിട്ടുള്ളത്, മനുഷ്യൻ്റെ മുമ്പാകെ മഹത്വമായിട്ടുള്ളത് അത് ദൈവത്തിന് മുമ്പാകെ അറപ്പാണെന്നുള്ളൊരു കാര്യം. അറപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വല്ല സെപ്റ്റിക് ടാങ്കോ അതുപോലെ ചീഞ്ഞ് കഴിഞ്ഞ ഓടയൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ അറപ്പ്, നമ്മൾ അങ്ങോട്ട് അടുത്തേ പോകത്തില്ല. അത്രയ്ക്ക് സ്മെല്ലും സ്റ്റിങ്കിങ് എഫക്റ്റ്. അതുപോലെ ആണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ വലിയ ആരാധ്യ പുരുഷന്മാരായിട്ടുള്ള വലിയ വലിയ ആൾക്കാർ ദൈവത്തിന് മുമ്പാകെ അവർ മൃഗങ്ങളെപ്പോലെ ദൈവം ആ ഒരു രീതിയിൽ അവരെ കാണുന്നെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വെളിപാട് 13 2 മൃഗങ്ങളെ കണ്ടു. പിന്നെ 14 കുഞ്ഞാടിനോടൊപ്പമുള്ള കാന്ത കുഞ്ഞാട് പോയിടത്തേക്ക് അനുഗമിച്ച ആ കാന്തയെക്കുറിച്ചും പിന്നീട് അവസാന ന്യായവിധി വരുന്നതിന് മുമ്പ് വീണ്ടും ദൈവം വാൺ ചെയ്യുന്നത്, മുന്നറിയിപ്പുകൾ നൽകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. പിന്നെ അതിൻ്റെ 14 വാക്യം മുതൽ ആ കൊയ്ത്ത്, ദൈവത്തിൻ്റെ ന്യായവിധി, കർത്താവ് തൻ്റെ വചനമാകുന്ന അരിവാൾ കൊണ്ട് ചെയ്യുന്ന കാര്യമൊക്കെ വെളിപാട് 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആർമഗദോൻ യുദ്ധത്തിൽ ചോരപ്പുഴ ഒഴുകുന്ന ആർമഗദോൻ യുദ്ധത്തിൻ്റെ ആ കാര്യം നമ്മളിപ്പം 16 വാക്യത്തിലേക്ക് നമ്മൾ ഇപ്പം വായിക്കാൻ പോകുന്ന പോർഷൻ. പിന്നെ 15 ഈ ന്യായവിധിക്ക് മുമ്പായിട്ട് 16 ന്യായവിധിയെക്കുറിച്ച് 8 പറഞ്ഞ 8-9 പറഞ്ഞ ന്യായവിധി 16 അത് കുറച്ചുകൂടെ വേറൊരു രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത്. എന്നാൽ അതിന് തൊട്ട് മുമ്പായിട്ട് 15 ഈ ന്യായവിധി നടക്കുന്നതിന് തൊട്ട് മുമ്പും ദൈവം എത്ര നീതിമാൻ, ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും വഴികളും ഒക്കെ എത്ര മഹത്വകരമായിട്ടുള്ളതെന്നുള്ള കാര്യം ഈ കുഞ്ഞാടിൻ്റെ മൃഗത്തിൻ്റെ മുദ്രയൊക്കെ ജയിച്ചവരായിട്ടുള്ളവർ പൊൻവീണകൾ, ദൈവത്തിൻ്റെ വീണകളും മീട്ടിക്കൊണ്ട് പാടുന്ന കണ്ണാടിക്കടലിൻ്റെ മേലെ, പളങ്ക് കടലിൻ്റെ മീതെ നിന്നുകൊണ്ട് അവർ പാടുന്നതൊക്കെ ഒരു കാര്യമൊക്കെ നമ്മൾ വെളിപാട് 15 2, 3, 4 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു. അവിടെ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ന്യായവിധിയിലും ദൈവത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെടുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ അപ്പനന്മാരെന്ന നിലയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുമ്പം അവിടെ നമ്മളുടെ ജഡത്തിൻ്റെ കോപമാണ് വെളിപ്പെടുന്നത്, അതോ അവിടെയും ആ ഒരു ആത്മാവിലെ ആ ഒരു എരിവോടുള്ള കാർക്കശ്യമാണോ നമ്മൾ വെളിപ്പെടുന്നത്? ചിലപ്പോൾ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ അപ്പനന്മാരെന്ന നിലയിൽ കുഞ്ഞുങ്ങളോട് പറയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കുടുംബത്തിലെ തലേന്ന നിലയിൽ ഗൃഹനാഥന് കുടുംബത്തിൽ ചില സ്ട്രോങ് ആയിട്ടുള്ള ചില സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. അപ്പം അവിടെ ഒരു മനുഷ്യകോപം ദൈവനീതി നിവർത്തിക്കുന്നില്ലെന്നാണ് യാക്കോബ് 1:20 നമ്മൾ വായിക്കുന്നത്. എന്നാൽ അവിടെ ദൈവമുമ്പാകെ ഏറ്റവും വട്ടപൂജ്യമായിട്ട് 0 ആയിട്ടെന്ന ദൈവാത്മാവിനാൽ നിറഞ്ഞ് ആ ഒരു കാർക്കശ്യത്തോടെ ഒരു പാപത്തിനെതിരെ, പാരമ്പര്യത്തിനെതിരെ, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾക്കെതിരെ ഒരു നിലപാടെടുക്കുമ്പോൾ ആ ഒരു കാർക്കശ്യത്തോടെ നിലപാടെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കാർക്കശ്യത്തോടെ നിലപാടെടുക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം ഒന്നും അവിടെ കാണത്തില്ല. പക്ഷേ വചനത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. അവിടെ ആർക്കും പ്രവേശിക്കാൻ പറ്റാതെ വണ്ണം 15 വാക്യത്തിൽ ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുകകൊണ്ട് നിറഞ്ഞു. യേശു കർത്താവ് ചാട്ടവാറെടുത്ത് ദേവാലയം ശുദ്ധമാക്കിയപ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടെ വെളിപ്പെട്ടത്. ഇപ്പോൾ കർത്താവ് കാനായിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം എന്ന് പറയാൻ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ കർത്താവ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ കർത്താവ് തളർവാദക്കാരനെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വം. എന്നാൽ ചാട്ടവാറെടുത്ത് ദേവാലയം ശുദ്ധമാക്കുമ്പോൾ അത് ഇനിയിപ്പോൾ യേശു കർത്താവിന് ചെയ്തതാണ്. ഇതെന്താ ഇങ്ങനെ, കർത്താവ് വളരെ കരുണാലുവായ കർത്താവ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇവൻ ആദ്യമായിട്ട് വചനം വായിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആദ്യമായിട്ട് ഈ ദൈവവചനം വിശ്വാസത്തിലേക്ക് വന്ന് ആദ്യമായിട്ട് ഈ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പോർഷനൊക്കെ വന്നപ്പോൾ എനിക്ക് അത് എന്താ ഇങ്ങനെ. എന്നാൽ പിന്നീട് സാഗ്ബറിൻ്റെ തന്നെ ഓരോ മെസ്സേജസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കാര്യങ്ങൾ കത്തിയാവും. അതും ദൈവത്തിൻ്റെ വഴിയാണെന്നുള്ളൊരു കാര്യം.
അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അത് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ആ ഒരു ന്യായവിധി അവിടെ എവിടെ ദൈവത്തിൻ്റെ മഹത്വം എന്ന് ചിന്തിക്കുന്ന അവിടെ നമ്മൾ റിപ്പീറ്റഡായിട്ട് നമ്മളിവിടെ വായിക്കുന്നത് ദി ഡിസേർവ് ഇറ്റ് എന്ന് അവിടെ ദൂതന്മാരൊക്കെ തന്നെ വിളിച്ച് പറയുന്ന ഒരു കാര്യമൊക്കെയാണ് 16-ന്റെ 6-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അത് അതിന് അവർ യോഗ്യർ തന്നെ 16-ന്റെ 6-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിച്ചു. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും അവർ റിപ്പൻറ്റ് ചെയ്തില്ല, അവർ മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം 9-ാമത്തെ വാക്യം, അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിലുള്ള മാനസാന്തരം കർത്താവിന് മഹത്വം കൊടുക്കുന്നു. പിന്നെ നമ്മുടെ റോമർ 4-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കാര്യം കണ്ടു, വിശ്വസിച്ച് അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് വായിക്കുന്നു. അപ്പം യഥാർത്ഥത്തിലുള്ള മാനസാന്തരവും വിശ്വാസവുമാണ് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭ പടികൾ. അതെല്ലാം അത് രണ്ടും ദൈവത്തിൻ്റെ ദാനമായിട്ട് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നതാണ് മാനസാന്തരവും വിശ്വാസവും എന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ റോമർ 4:20 വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്നൊക്കെ അവിടെ എബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ വിശ്വാസത്തിലൂടെയും മാനസാന്തരത്തിലൂടെയൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളും ഒക്കെ കണ്ട് മുമ്പാകെ കണ്ട് നമ്മൾ കർത്താവിനോട് മാപ്പ് പറയുമ്പോഴും കർത്താവെ എൻ്റെ ജീവിതത്തിൽ ആ ഒരു വീഴ്ചയുണ്ടായി, ആ ഒരു കുറവുണ്ടായി, കർത്താവെ എനിക്ക് അവിടെ യേശുവിനെ പോലെ പ്രതികരിക്കാൻ സാധിച്ചില്ല, എനിക്ക് എൻ്റെ ചിന്തകൾ യേശുവിനെ പോലെ ശുദ്ധമായിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ യേശുവിനെ പോലെ കരുണയുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ യേശുവിനെ പോലെ കാർക്കശ്യമുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് എൻ്റെ പ്രവൃത്തികളിൽ അവിടെ കർത്താവിനെ പോലെ ചെയ്യുവാൻ, കർത്താവിനെ പോലെ സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ല. കർത്താവെ അവിടെ ഞാൻ മാനസാന്തരപ്പെടുന്നു, എന്നോട് ക്ഷമിക്കണമേ. കർത്താവെ അവിടെ എനിക്ക് ആകുല ചിന്തയുണ്ടായി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ വിധിച്ചു, അല്ലെങ്കിൽ എനിക്ക് നിഗളവുണ്ടായി, അല്ലെങ്കിൽ ഞാൻ കോപമുണ്ടായി, അങ്ങനെയൊക്കെയുള്ള പല പാപങ്ങളും കാര്യങ്ങളും ഒക്കെ ലോകക്കാർ ഒരുപക്ഷെ പാപമെന്ന് പോലും കരുതാത്ത പല കാര്യങ്ങളുമൊക്കെ, ക്രിസ്തുവിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ നമ്മളെ ദൈവമുമ്പാകെ അനുതാപത്തോടെ ദുഃഖത്തോടെ വന്ന് കർത്താവെ ഇനി അങ്ങനെ ഉണ്ടാവാൻ ഇടവരുതേ, കർത്താവെ ഞാൻ ഇതിനെ സമർപ്പിക്കുന്നു, അവിടുന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു മാനസാന്തരം ഉണ്ടാകുമ്പോൾ, അവിടെ ഒരു എബൌട്ട് ടേൺ ഉണ്ടാകുമ്പോൾ നമ്മൾ യഥാർത്ഥ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മൾ അതുപോലെ തന്നെ പല ഡിഫിക്കൽട്ടായിട്ടുള്ള പല സിറ്റുവേഷൻസിൽ, ഇങ്ങനെ വളരെ പ്രയാസമുള്ള ചില സിറ്റുവേഷൻസിൽ കർത്താവിനെ വിശ്വസിച്ച് കർത്താവെ അവിടുന്ന് അത് ചെയ്യും എന്ന് വിശ്വസിക്കുമ്പോൾ അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. കഴിഞ്ഞ ഞായറാഴ്ച പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ഉത്തരം ഞാൻ പിന്നെ ചില സഹോദരങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞങ്ങളുടെ ഇവിടെ പുതിയ വീടിന് കെട്ടിട നമ്പർ വീടിൻ്റെയും ഫാർമസിയുടെയൊക്കെ കെട്ടിട നമ്പർ എന്തോ ചില സോഫ്റ്റ്വെയറുകൾ മാറി മാറി വന്നതുകൊണ്ട് അവിടെ ലോക്കൽ ബോഡിയിൽ മുനിസിപ്പാലിറ്റിയിൽ അപ്ലൈ ചെയ്ത കാര്യങ്ങളിൽ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് ആ സോഫ്റ്റ്വെയറുകൾ ആ ഒരു രീതിയിൽ എന്തൊക്കെയോ വല്ലാത്തൊരു നൂലാകാലം പോലെ എന്തൊക്കെയോ പല കൺഫ്യൂഷൻസ്, പല ആൾക്കാർ ഇവിടെ നിന്നൊരു സ്റ്റാഫ് ഇങ്ങനെ പറയും, അവിടെ തിരുവനന്തപുരത്ത് നിന്ന് അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് വേറെ രീതിയിൽ പറയും, അങ്ങനെയൊക്കെ വല്ലാത്തൊരു പറഞ്ഞ സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആ കാര്യം പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഒരു ഭാഗം പ്രാർത്ഥിച്ചായിരുന്നില്ല, കെട്ടിട കർത്താവേ എൻ്റെ ആ പ്രോബ്ലംസ് അങ്ങ് സോൾവ് ആകണേ എന്നുള്ളൊരു കാര്യം. അപ്പം ഒരു പെർട്ടിക്കുലർ ഒരു സ്റ്റാഫ് അവിടെ മുനിസിപ്പാലിറ്റിയിലെ ആ ഫയൽ അത് പുള്ളിക്കാരത്തി അത് ഒന്നും ചെയ്യത്തില്ല, അത് എന്നെക്കൊണ്ട് പറ്റത്തില്ല, അങ്ങനെയുള്ള രീതിയിൽ എന്തോ ഇരിക്കുന്നൊരു സംഭവമായിരുന്നു. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അത് പുള്ളിക്കാരത്തിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഇതാണെന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് ദൈവം കാര്യങ്ങൾ ചെയ്യും, വിശ്വാസത്തിലൂടെ ദൈവത്തിന് മഹത്വം കിട്ടുന്ന കാര്യമെന്ന് പറയാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ ഓർത്തുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാട്സപ്പ് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പം പെട്ടെന്ന് ആ പെർട്ടിക്കുലർ സ്റ്റാഫ്, ആ മാഡത്തിൻ്റെ ഒരു മെസ്സേജ് ഞാൻ ആ ഫയല് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അത് വെച്ചാൽ അത് നമുക്ക് ഫേവറബിളായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് പെട്ടെന്നൊരു അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈമിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വാട്സപ്പ് മെസ്സേജ് എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ 1:12 അതായത് 1:12 വന്നേ. നമ്മൾ മീറ്റിംഗ് ഒക്കെ കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോഴാണ്, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ്, എങ്ങനെ എനിക്ക് എക്സാക്ട്ലി ആ സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ നാഴികയിൽ തന്നെ ഭൂതം വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പോലെ ആ നാഴിക മറ്റേ ശതാധിപൻ്റെ മകൻ സൗഖ്യമായി എന്നൊക്കെ യോഹന്നാൻ 4 വായിക്കുന്നത് പോലെയൊക്കെ ദൈവം ആ സമയത്ത് തന്നെ ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും ചെയ്താലും അത് കർത്താവിന് നാമമഹത്വം. പക്ഷേ ദൈവത്തെ അവിടെ ഒരു വല്ലാത്തൊരു ഡിലേ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നൊരിടമായിരുന്നു. എന്നാൽ പെട്ടെന്ന് അത് കാര്യങ്ങളങ്ങ് സോൾവ് ആകാൻ തക്കവണ്ണം ദൈവം ഒരു കാര്യം ചെയ്തു. സഭയായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു ഉത്തരം, ആ ഒരു വിശ്വാസം, നമ്മൾ കർത്താവിനെ വിശ്വസിച്ചൊരു കാര്യം ചോദിക്കുമ്പോൾ
കർത്താവ് അത് ഉത്തരവരുളുമ്പോൾ അവിടെ ദൈവനാമം മഹത്വപ്പെടുന്നു. ഇനി ആ കെട്ടിടം പറഞ്ഞ് ഇനിയും കുറച്ചുകൂടി പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും ആ ഒരു കടമ്പ, ഒരു വല്ലാത്തൊരു കടമ്പ പെട്ടെന്നൊരു പ്രാർത്ഥനയുടെ ഒരു ഉത്തരവായിട്ട് ദൈവം ചില സമയത്ത് ഓഫ് കോഴ്സ് ദൈവം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. കടന്നു പോയാലേ ബാക്കി പലർക്കും നമ്മളൊരു മുന്നോടിയാവാനൊക്കെ തൊള്ളൂ. ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളോടാണ് നമ്മൾ വചനം സംസാരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ദൈവം എന്നെ ചില കാര്യങ്ങളിലൂടെയൊക്കെ കടത്തി വിട്ടാലേ എനിക്ക് കാര്യങ്ങളെ ചില ഊരാക്കുടക്കുകളിലൂടെയൊക്കെ അത് അപ്പാരൻ്റ്ലി പെട്ടെന്നൊരു സൊല്യൂഷൻ ഇല്ലാത്ത തരത്തിലുള്ള ചില പ്രോബ്ലംസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത് അത് നമ്മളുടെ കർത്താവിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കാനും നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും നമ്മൾ നുറുക്കപ്പെടാനും കർത്താവേ അങ്ങനെ ആശ്രയിക്കുന്നു, അവിടെ നിന്നെല്ലാം അറിയുന്നു. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ സ്വസ്ഥതയോടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ സ്പീഡിൽ ചില കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യാനും വിളിക്കാനും കാണാനും ഒക്കെ ചില കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് അവിടെ എല്ലാം കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുവാനും ഇതുപോലെയൊക്കെയുള്ള പല സിറ്റുവേഷൻസിലൂടെ നമ്മളെല്ലാവരും പലതരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ കർത്താവ് നമ്മളുടെ മുട്ടുകളെ ആവശ്യങ്ങളെയൊക്കെ നിറവേറ്റുവാൻ മതിയായവനാണ്. അവിടുത്തെ സ്വർഗീയ ധനത്തിനൊത്തവണ്ണം അവിടുന്ന് കർത്താവ് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ വേണ്ടുന്നതെല്ലാം കൂടെ കൊടുക്കുമെന്ന് കർത്താവ് എവിടെ പറഞ്ഞിരിക്കുന്നത്? മത്തായി 6:33 അവിടുത്തെ ധനത്തിനൊത്തവണ്ണം എല്ലാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുമെന്ന് ഫിലിപ്പർ 4:19 വാക്യം നമുക്കറിയാം. അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി ഹി വിൽ ഫുൾഫിൽ ഓൾ അവർ നീഡ്സ് എന്നുള്ളൊരു കാര്യം നമ്മുടെ ആവശ്യങ്ങളൊക്കെ. അപ്പോൾ അത് വിശ്വാസത്തിലൂടെ മാനസാന്തരത്തിലൂടെയൊക്കെ കർത്താവിന് മഹത്വം നൽകുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ സിംഹാസനത്തിൻ്റെ മേലെ വന്ന് ക്രോധകലശ ഒഴിക്കുന്ന ഒരു കാര്യമൊക്കെ 10 വാക്യത്തിൽ നമ്മളിപ്പോഴും വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ അങ്ങാഴ്ച നമ്മൾ കണ്ട 13 വാക്യത്തിൽ മഹാസർപ്പവും മൃഗവും കള്ളപ്രവാചകനും സീറ്റാനിക് ട്രിനിറ്റി തുറക്കുമ്പോഴത്തേക്കും എന്താ വരുന്നത്? തവളകളെ പോലെ അശുദ്ധാത്മാക്കളാണ് വരുന്നത്. ദൈവമക്കൾ യഥാർത്ഥത്തിൽ ദൈവാത്മാവിനാൽ നിറഞ്ഞ് തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ വായിൽ നിന്ന് പ്രവഹിക്കണം. അവരുടെ ഉള്ളത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ നമ്മുടെ വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് ജീവജലത്തിൻ്റെ നദികൾ പ്രവഹിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊരു കാര്യം. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ മഹാസർപ്പം എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ഉള്ളിൽ നിന്നും സാത്താൻ്റെ വായിൽ നിന്നും അവരുടെ വാക്കുകളിൽ കൂടെ എന്തൊക്കെയാണ് വരുന്നത്? ഇത് വായിൽ നിന്നും മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും, അതായത് സാത്താൻ്റെയും ഇത് ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകൻ്റെയും വായിൽ നിന്ന് തവളകളെപ്പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നതും. ഈ അശുദ്ധാത്മാക്കളുടെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതേ ഉള്ളൂ. കഴിഞ്ഞ അങ്ങാഴ്ച ഒരു അശുദ്ധാത്മാവ് ബാധിച്ചൊരു സ്ത്രീയെ അശുദ്ധാത്മാവ് കാസ്റ്റ് ഔട്ട് ചെയ്യാൻ ദൈവം സഹായിച്ച ഒരു സാക്ഷിയൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആ ഒരു യഥാർത്ഥത്തിൽ അശുദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ, അവർ തണുപ്പ് തേടി നടക്കുന്നുവെന്ന് ലൂക്കോസ് 11 മത്തായി 12 പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് സ്വസ്ഥത തേടി നടക്കുന്നു എന്നാണ് ശരിക്കും ആ പരിഭാഷ വേണ്ടത്. അനാപോസിസ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രമം കണ്ടെത്തും എന്ന് മത്തായി 11:29 നിങ്ങളുടെ ആത്മാക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാണന് വിശ്രമം കണ്ടെത്തും. അവിടെ ആ വിശ്രമം ഉപയോഗിച്ചിരിക്കുന്നത് അതേ പദം തന്നെയാണ് മത്തായി 12 ലൂക്കോസ് 11 ആ അശുദ്ധാത്മാവ് വിട്ടുപോയിട്ട് അത് തണുപ്പ് തേടി നടക്കുന്നു. തണുപ്പ് എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ സ്ട്രോങ്സ് ഡിക്ഷണറിയിലെ ഗ്രീക്കിലെ ആ സ്ട്രോങ്സ് ഡിക്ഷണറിയിൽ അങ്ങനെ ഒരു പരിഭാഷ കാണുന്നില്ല. നമ്മുടെ സത്യവേദ പുസ്തകം പരിഭാഷപ്പെടുത്തിയത് എന്തുകൊണ്ട് അവിടെ തണുപ്പ് തേടി നടക്കുന്നു എന്ന് പരിഭാഷപ്പെടുത്തിയത് നമുക്കറിയത്തില്ല. എന്ന് യഥാർത്ഥത്തിൽ സ്വസ്ഥത തേടി നടക്കുന്നു. ഇംഗ്ലീഷിൽ അത് സീക്കിംഗ് റെസ്റ്റ്. അപ്പോൾ ആ ഒരു റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് സാത്താൻ്റെ ഒരു എന്താണ് പറയുന്നത് അവിഭാജ്യ ഘടകമാണ്. ഇന്ന് റെസ്റ്റ്, സ്വസ്ഥത, വിശ്രമം എന്ന് പറയുന്നതാണ് ദൈവമക്കളുടെ യേശു കർത്താവിൻ്റെ മക്കളുടെ സ്വഭാവം. മാൻ ഓഫ് പീസ്. ആ ഭവനത്തിലൊരു സമാധാന പുരുഷനുണ്ടെങ്കിൽ ആ അനുഗ്രഹം അവൻ്റെ മേൽ നിൽക്കുമെന്നൊക്കെ ലൂക്കോസ് 10-6 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ഒരു സമാധാനത്തിന് പുരുഷന്മാരും സ്ത്രീകളും ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അതില്ലാതെ സമാധാനം ഇല്ലാതെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഭയങ്കര വെപ്രാളവും ടെൻഷനും ആ ഒരു കാര്യമാണ് സാത്താൻ്റെ മുഖമുദ്ര. അവനപ്പോൾ എല്ലാവരും കൂടെ ഈ അവൻ്റെ വാക്കുകൾ അശുദ്ധാത്മാക്കൾ അവൻ്റെ വായിൽ നിന്ന് വന്ന് അവർ എല്ലാവരും കൂടി യുദ്ധത്തിന് കർത്താവിനെതിരായിട്ട് ഇസ്രായേലിനെതിരായിട്ട് കർത്താവിനെതിരായിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന കാര്യമാണ് നമ്മളിപ്പം 14 വാക്യത്തിൽ വായിച്ച് നിർത്തിയത്. മഹാദിവസത്തിലെ യുദ്ധത്തിന്, അതായത് മഹാദിവസത്തിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ അർമഗദോൻ യുദ്ധം, അവസാനത്തെ ആ യുദ്ധം കർത്താവിനെതിരായിട്ട് ദൈവമക്കൾക്കും ഇസ്രായേലിനും എതിരായിട്ട് ദൈവമക്കൾ അപ്പോഴത്തേക്കും അങ്ങ് അവിടെ റാപ്ചേർഡ് ആയി കഴിഞ്ഞു. ഇസ്രായേലിനെതിരായിട്ടുള്ള ആ ഒരു യുദ്ധം ആണ് നമ്മളവിടെ കാണുന്നത്. ഇസ്രായേലിനെതിരായിട്ട് എല്ലാ രാഷ്ട്രങ്ങളും തിരിയുന്നു എന്നുള്ളൊരു കാര്യമാണ് സെഖര്യാവ് പുസ്തകം 14 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് അർമഗദോൻ യുദ്ധത്തിൻ്റെ പല കാര്യങ്ങളും ആ സെഖര്യാവ് 14 വായിക്കുന്ന കാര്യം നമ്മളിപ്പോൾ അന്തിമവിജയം പുസ്തകത്തിൽ നമ്മളിപ്പോൾ തുടർന്ന് വായിക്കാൻ പോവുക.
അപ്പോൾ അത് നമ്മൾ കാണുന്ന ആ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവൻ അത്ഭുതങ്ങൾ ചെയ്ത് ആൾക്കാരെ വഞ്ചിക്കുക, തനിക്ക് വലിയ അതീന്ദ്രിയ ശക്തികളുണ്ട്, എന്തോ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഹുതാത്മാക്കൾ തന്നെ എന്നുള്ളൊരു കാര്യമാണ്. ടു ഗ്യാദർ ദം ടുഗദർ ഫോർ ദ വാർ, gather them together for the war of the great day of the Lord, great day of God the Almighty. ദൈവത്തെ ഓൾമൈറ്റി, പാൻഡാക്രറ്റോർ എന്ന് പറയുന്ന ആ പദം 10 തവണ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നതിൽ 9 തവണയും വെളിപാട് പുസ്തകത്തിലാണ് നമ്മൾ പറഞ്ഞു. ആ 9 തവണയിൽ ഒരു തവണ ഈ പറയുന്ന 16 അധ്യായത്തിൻ്റെ ഈ 14-ാമത്തെ വാക്യത്തിൽ, 16 അധ്യായത്തിൽ തന്നെ 7-ാമത്തെ വാക്യത്തിലും ലോർഡ് ദ ഓൾമൈറ്റി എന്ന്, അവിടെ ലോർഡ് ഗോഡ് ദ ഓൾമൈറ്റി, സർവ്വശക്തിയുള്ള ദൈവമായ യഹോവ, ദൈവമായ കർത്താവിൽ നിന്ന് 16-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലും വായിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം 14-ാമത്തെ വാക്യത്തിലും കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു. ഇപ്പം 15-ാമത്തെ വാക്യത്തിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പം ജേക്കബ് ഇപ്പം വായിക്കുമല്ലോ, അജിബ് ഇപ്പം അത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 15, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. യുദ്ധത്തിന്റെ മധ്യത്തിൽ ഇത് ആ സമയത്ത് നാം ഭൂമിയിൽ ഉണ്ടായിരിക്കരുതെന്ന് കർത്താവിന്റെ മുന്നറിയിപ്പ് വീണ്ടും ഉയരുന്നു. വിശ്വസ്തരാണെങ്കിൽ ആ സമയത്ത് നാം ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഉടുപ്പ് നിർമ്മലമായി സൂക്ഷിച്ചും ഹൃദയത്തെയും വാക്കുകളെയും കൊണ്ടും നമുക്ക് ജാഗരൂകരായിരിക്കാം. യേശു കള്ളനെ പോലെ വരികയും ഒരുങ്ങിയിരുന്നാൽ നാം ചേർക്കപ്പെടുകയും ചെയ്യും. ചേർക്കപ്പെട്ടാൽ ഇവിടെ എഴുതിയിരിക്കുന്നതെല്ലാം സംഭവിക്കുന്ന സമയത്ത് നാം ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ വാക്യം ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളില്. വാക്യം 16, അവരെ എബ്രായ ഭാഷയിൽ ഹെർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. യെരുശലേമിന് 50 നാഴിക വടക്ക് മഗദ്, അതായത് ഹെർമഗദോൻ എന്ന വലിയ ഒരു നിലമുണ്ട്. അവിടെയാണ് അന്തിമ യുദ്ധം നടക്കുന്നത്. യേശു തന്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വന്ന് എതിർ ക്രിസ്തുവിനെ നശിപ്പിച്ച് ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോഴാണ് ഇത്. ഹെർമഗദോൻ യുദ്ധസമയത്ത് ഭൂതാത്മാക്കൾ ഭരണാധികാരികളെ, അതായത് പ്രസിഡന്റ്മാരെയും പ്രധാനമന്ത്രിമാരെയും ആവേശിക്കുകയും അവർ ഹെർമഗദോനിൽ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ കൂടി വരികയും ചെയ്യും. വെളിപാട് 16-ന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ ഇപ്പം നമ്മളിപ്പം വായിച്ചു കേട്ടു. വെളിപാട് 16 അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം അത് ബ്രാക്കറ്റ്സിൽ കൊടുത്തേക്കുക. എന്താ നമ്മളവിടെ വായിക്കുന്നത്? ഇംഗ്ലീഷിൽ അത് ബ്രാക്കറ്റ്സ് കൊടുത്തേക്കുന്നത്, മലയാളത്തിൽ അത് ബ്രാക്കറ്റ്സ് കാണുന്നില്ല. ഞാൻ കള്ളനെ പോലെ വരും. അതായത് ഇപ്പോൾ ഈ പറയുന്ന ആ ഒരു മുന്നറിയിപ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ളൊരു മുന്നറിയിപ്പാണ്. നമ്മളിത് നടക്കുന്ന സമയത്ത് നമ്മളിവിടെ ഭൂമിയിൽ കാണരുത് എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ ക്രോധകലശം ഒഴിക്കപ്പെടുന്നതിൻ്റെ ആ സമയത്ത് അർമഗദോൻ യുദ്ധം അർമഗദോൻ യുദ്ധം എന്ന് പറഞ്ഞാൽ, അർമഗദോൻ എന്നുള്ള ആ വാക്ക് അത് യെരുശലേമിന് 50 മൈൽ വടക്കായിട്ടുള്ള ആ ഒരു സ്ഥലമാണ് അർമഗദോൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. ഇന്നും അവിടെ ഇസ്രായേലിലുള്ള ഒരു സ്ഥലമാണ് അർമഗദോൻ. ആ സ്ഥലത്താണ് സൈന്യങ്ങളെല്ലാം കൂടെ വന്ന്, ലോകത്തിൻ്റെ എല്ലായിടത്തു നിന്നുള്ള സൈന്യങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് തിരിഞ്ഞ് വന്ന് യുദ്ധം ചെയ്യുന്നൊരു സമയമുള്ള ആ ഒരു സംഭവം നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ കർത്താവിനോട് കൂടെയാണ് കർത്താവിൻ്റെ വിശുദ്ധന്മാർ അവിടെ ഒലിവ് മലയിൽ വന്ന് കാല് ചവിട്ടുന്ന ആ ഒരു രംഗമൊക്കെ നമ്മൾ സെക്കരിയ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ ആ പോർഷനിലോട്ടൊക്കെ, സെക്കരിയാവ് 14 ആ പോർഷൻസിലോട്ടൊക്കെ നമ്മളിപ്പം വരുന്ന തുടർന്നുള്ള വാക്യങ്ങളിൽ ആ പോർഷൻസിലോട്ടൊക്കെ, അന്തിമോചന പുസ്തകത്തിൽ തന്നെ അതിൻ്റെ റെഫറൻസ് പറയുമ്പോൾ നമ്മൾ ആ പോർഷൻസിലോട്ടൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ ആ ഒരു യുദ്ധത്തിൻ്റെ ഒത്ത നടുവിൽ ഇവിടെ ഒരു വാർണിംഗാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മൾ ഉണർന്നിരിക്കുവാനുള്ളൊരു വാർണിംഗാണ്. അതാ ഞാൻ കള്ളനെ പോലെ വരും. അതാ 15-ാമത്തെ വാക്യത്തിൽ ഞാൻ കള്ളനെ പോലെ വരും. അത് കള്ളനെ പോലെ വരുന്നത് അത് വെളിച്ചത്തിലുള്ളവർക്കല്ല, ഇരുട്ടിലുള്ളവർക്ക് കള്ളനെ പോലെ വരുന്നതെന്നുള്ളൊരു കാര്യമൊക്കെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ ആ വാക്യം നമ്മൾ വായിച്ചായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പും നമ്മൾ ഞായറാഴ്ച തന്നെ ഉണർന്നിരിക്കുമെന്നുള്ള ആ ഒരു മെസ്സേജിനോടനുബന്ധിച്ച് നമ്മൾ കള്ളനെ പോലെ വരും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ വായിച്ചായിരുന്നുള്ളൂ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാമത്തെ വാക്യം, കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ.
അത് കഴിഞ്ഞിട്ട് എൻ്റെ താഴെ 4-ാമത്തെ വാക്യത്തിൽ പറയുക, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം രാത്രിക്ക് ഇരുളിനും ഉള്ളതല്ല. അപ്പം അവിശ്വാസികൾക്കാണ് കള്ളനെ പോലെ നനച്ചിരിക്കാത്ത സമയത്ത് വരുന്നത്. എന്നാൽ കർത്താവിൻ്റെ കാന്തയായിട്ട് കാത്തിരിക്കുന്ന വെളിച്ചത്തിലുള്ളവർക്ക് കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ ആയിരിക്കുകയില്ല, മറിച്ച് അവർ കർത്താവിൻ്റെ വരവിനായിട്ട് ആർക്കും ആ നാഴികയോ നാളോ അറിയത്തില്ല. എന്നാൽ അവർ കർത്താവിൻ്റെ കാന്ത ഏറ്റവും പ്രിപ്പയർഡായിട്ടായിരിക്കും, ഏറ്റവും ഒരുക്കത്തോടെ ആയിരിക്കുന്നത്. എന്നാൽ ബാക്കി ഇരുട്ടിലുള്ളവർക്ക് അത് കള്ളനെ പോലെ പെട്ടെന്നൊരു ഷോക്കായിട്ട്, അതിൻ്റെ തൊട്ട് മുമ്പേ പ്രസവവേദന വരും പോലെ 3-ാമത്തെ വരി, അതായത് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വേദനയൊന്നുമില്ല, ഇപ്പോഴെങ്കിലും പ്രസവം കാണത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വേദന വരുന്നത്. അത് സഹോദരിമാർക്കൊക്കെ അതുപോലുള്ള കാര്യങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. നിർഭയമെന്ന് എല്ലാവരും സമാധാനമാണ്, നിർഭയമാണ്, ഒരു കുഴപ്പമില്ല. ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റി ഒഴിയാവതല്ല. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, അതുകൊണ്ട് കള്ളനെ പോലെ വരുന്നത് നിങ്ങൾക്കല്ല. നിങ്ങളുടെ വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ 5-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അതുകൊണ്ട് നമ്മൾ 6-ാമത്തെ വാക്യം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കുക. ഉണർന്നും ബി അലേർട്ട്, ഗ്രിഗോറിയോ എന്നുള്ള ആ ഒരു പദം തന്നെയാണ് കർത്താവ് മർക്കോസ് 13-ന്റെ 37-ാമത്തെ വാക്യം 2 ആഴ്ച മുമ്പ് തോമസ് പേര് ആ വാക്യം എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നമുക്കറിയാം, ബി അലേർട്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും പറയുന്നു, ബി ഓൺ ദ അലേർട്ട്. നിങ്ങൾ ഉണർന്നിരിക്കുക എന്നുള്ളൊരു കാര്യം. ആ ബി ഓൺ ദ അലേർട്ട്. ഗ്രിഗോറിയോസ് എന്നുള്ള വാക്കൊക്കെ പലരുടെയും പേരായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ വാക്കിൻ്റെ അതിൻ്റെ ആ ഗ്രീക്ക് ഭാഷയിൽ ഗ്രിഗോറിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഉണർന്നും, ടു വാച്ച്, കോഷ്യസ്, ലെസ് സം ഡിസ്ട്രക്ഷൻ സഡൻലി ഓവർടേക്ക് എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം ആ ഒരു ജാഗ്രതയോടെ ഉണർവോടെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അലേർട്ട് എന്നുള്ളൊരു പദമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു അലേർട്ട് ആൻഡ് സോബർ എന്നുള്ളൊരു കാര്യം. ആത്മാവിൽ നമ്മൾ എപ്പോഴും ആ ഒരു ആത്മീയമായിട്ടങ്ങ് ഉറങ്ങിപ്പോകുന്നവരായിട്ടല്ല, മറിച്ച് ആത്മീയമായിട്ടുള്ള നിത്യതയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഉണർവുള്ളവരായിട്ട് നമ്മൾ ലോകത്തിൻ്റെ ലോകമയത്വമാകുന്ന വീഞ്ഞു കുടിച്ച് വേൾഡ്ലിനെസ്, ലോകമയത്വമാകുന്ന വീഞ്ഞു കുടിച്ച് നമ്മളങ്ങ് മതോന്മത്തരായിട്ട് ഈ കള്ളു കുടിച്ചവർ, മദ്യപിച്ചവർ, ഒരു കിറങ്ങി അടക്കുന്നവർക്ക് യഥാർത്ഥ ലോകത്തെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. അവരിങ്ങനെ ആടിപ്പാടി വേറെ ഏതോ ലോകത്ത് നടക്കുന്നത് പോലെ ഉള്ളൊരവസ്ഥയാണ് ലോകമയത്വമാകുന്ന വീഞ്ഞ്. അതാ നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, എന്നാൽ ആത്മാവിനാൽ നിറഞ്ഞവരാകുന്ന ഒരു കോൺട്രാസ്റ്റായിട്ട് നമ്മൾ എഫേസ്യർ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിലുള്ള വീഞ്ഞു കുടിച്ച് മത്തരാകുന്ന, അതുപോലെ തന്നെ ലോകമയത്വമാകുന്നൊരു വീഞ്ഞുണ്ട്, വേൾഡ്ലിനെസ്. അതിൻ്റെ ആ വീഞ്ഞു കുടിച്ചും മത്തരാകരുത്. നമ്മൾ ലൂക്കോസ് 21-ലെ ആ വാക്യവും അന്ന് കുഞ്ഞുളിസ്റ്റൊക്കെ ആ വാക്യം വായിച്ചെന്ന ഓർമ്മ നമ്മൾ പലപ്പോഴും നമ്മൾ സഭയിൽ വായിച്ചിട്ടുള്ള ഒരു വാക്യം എന്താ? ലൂക്കോസ് 21-ന്റെ 34-ാമത്തെ വാക്യം. അതേ ഒരു വാർണിംഗാണ് നമ്മളിപ്പോൾ ഇവിടെ വെളിപാട് 15-ാം അധ്യായത്തിൻ്റെ 16-ന്റെ 15 നമ്മളിപ്പോൾ കണ്ടത്. ലൂക്കോസ് 21-ന്റെ 34 നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണം ഡിസിപ്പേഷൻ എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ഡിസിപ്പേഷൻ എന്ന് പറയുമ്പം ക്രൈപ്പാലി എന്ന് പറഞ്ഞൊരു വാക്ക്. ഗിഡിനെസ് ആൻഡ് ഹെഡ് ഏക്ക് കോസ് ബൈ ഡ്രിങ്കിങ് വൈൻ ടു എക്സസ്. എന്തെങ്കിലുമൊക്കെ അധികമായിട്ട് അതിപ്പം ഭക്ഷണത്തിൻ്റെ കാര്യമാവട്ടെ, വേറെ ലോകത്തിൻ്റെ പല കാര്യങ്ങളും അങ്ങ് ഒരു അളവ് കൂടുതലങ്ങ് അതിലോട്ടങ്ങ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വേണ്ടുന്ന കാര്യമാണ്, എന്നാൽ അതങ്ങ് അമിതമായിട്ടായി പോകുന്നു. അല്ലെങ്കിൽ വേറെ ലോകത്തിൻ്റെ തന്നെ പല കാര്യങ്ങളും നമുക്കിപ്പം നമ്മൾ വസ്ത്രങ്ങളാവട്ടെ, വേറെ സുഖസൗകര്യങ്ങളാവട്ടെ, പക്ഷെ എല്ലാം അങ്ങ് ഒരു എക്സ്ട്രീമിലോട്ട് പോകുന്ന ഒരു എക്സ്ട്രീമിലോട്ട്, എക്സസ്സിലോട്ട് പോകുന്ന അതിഭക്ഷണത്താൽ, മദ്യപാനത്താൽ, ഉപജീവന ചിന്തകളാൽ, വറീസ് ഓഫ് ലൈഫ്, എന്താണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനും വെപ്രാളവും അങ്ങനെയൊക്കെ കൊണ്ടൊക്കെ ഭാരപ്പെട്ടിട്ട് ആ ദിവസം, കർത്താവ് വരുന്ന ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നുള്ളൊരു വാർണിംഗ് ആണ് നമ്മളവിടെ വായിക്കുന്നത്. അത് സർവ്വഭൂതലത്തിലും ഉള്ളവർക്ക് വരും. അത് ഭാരപ്പെട്ടിട്ട്, ഇതിനെല്ലാം ഭാരപ്പെട്ടിട്ട്, വെയ്റ്റഡ് ഡൗൺ ആയിട്ട്, ഇതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളും, ലോകത്തിൻ്റെതായ ഒരു അതിഭക്ഷണവും മദ്യപാനവും ലോകമയത്വവും
വറീസ് ഓഫ് ലൈഫ്, ഉപജീവന ചിന്തകളും എല്ലാം അങ്ങ് നമ്മളെ അങ്ങ് ഭാരപ്പെടുത്തി ഭൂമിയിൽ അങ്ങ് കെട്ടിപ്പണിഞ്ഞ് നമ്മളങ്ങ് കിടക്കുകയാണോ, അതോ നമ്മൾ ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും സ്വർഗീയവാസികളായിട്ട് ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ആണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ അതിൻ്റെ അങ്ങനെ നമുക്ക് സാധ്യമാകുന്നതെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും സീക്രട്ട് ഒന്നേ ഉള്ളൂ. സീക്രട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഹ്യൂമിലിറ്റി, ഹ്യൂമിലിറ്റി, ഹ്യൂമിലിറ്റി. നമ്മൾ ദൈവമുമ്പാകെ ഒരു താഴ്മയോടെ വട്ടപൂജ്യമായിട്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിരന്തരമായിട്ട് നിറയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ പ്രാണനെ, നമ്മളുടെ മനസ്സിനെ ഉന്നതത്തിൽ സെറ്റ് ചെയ്യുവാൻ, ഉന്നതത്തിൽ തന്നെ നമ്മുടെ മനസ്സുറപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ആത്മീയമായിട്ടുള്ള റിയാലിറ്റീസിനെ കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉണർവിൻ്റെ ആത്മാവാണ്, സുബോധത്തിൻ്റെ ആത്മാവാണെന്നൊക്കെ നമ്മൾ 2 തിമോത്തിയോസ് 1:7 നിന്നൊക്കെ നമ്മൾ വായിച്ചു. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ്, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. അപ്പോൾ ആ ഒരു സുബോധത്തിൻ്റെ ആത്മാവ് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഒരു സുബോധത്തോടെ കാര്യങ്ങളെ, ഒരു നിത്യതയുടെ വെളിച്ചത്തിൽ ഓരോ കാര്യങ്ങളെ കാണുവാനും, അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ച് ഓരോ കാര്യങ്ങളെ, ആ ഒരു നിത്യതയുടെ കാര്യങ്ങളെ കണ്ട് ആ ഒരു ഉണർവുള്ളവരായിട്ട് അങ്ങ് ഉറങ്ങിപ്പോകാതെ നമ്മൾ എഫേസ്യർ 5-ാം അധ്യായത്തിലുമൊക്കെ ആ ഒരു ഉറങ്ങുന്നവനെ ഉണരുവിൻ എന്നുള്ള ആ ഒരു എക്സോട്ടേഷൻ, ആ ഒരു പ്രബോധനമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സഭയിലൊക്കെ നമ്മൾ കേട്ടതാണ്. എഫേസ്യർ 5-ന്റെ 14-ാമത്തെ വാക്യത്തിൽ എവേക്ക് സ്ലീപ്പർ എറൈസ് ഫ്രം ദ ഡെഡ്, 14-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. നമ്മൾ ആത്മീയമായിട്ട് മരിച്ചവരാകുന്ന ഒത്തിരി പേരോട് നമ്മൾ ഓരോ ദിവസവും ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു സ്റ്റെഞ്ച്, അവരുടെ ആ ഒരു ദുർഗന്ധം, ജഡത്തിൻ്റെ ദുർഗന്ധം നമ്മളുടെ മേലും പറ്റിപ്പിടിച്ച് നമ്മളും ആ ഒരു രീതിയിൽ അവരുടെ സംസാര ശൈലിയും അവരുടെ പ്രയോറിറ്റീസും അവരുടെ മുൻഗണനകളും അവരുടെ ശൈലികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങ് നമ്മളിലും ഈ മരണം ഒരു ഉറക്കം എന്ന വണ്ണം നമ്മളെയും ഗ്രസിച്ച് നമ്മളങ്ങ് ഉറങ്ങിപ്പോകുന്നൊരവസ്ഥയിലോട്ട് ബാക്കി എല്ലാവരും ആത്മീയമായിട്ട് മരിച്ചു കിടക്കുന്നു. അപ്പോൾ നമ്മളും അങ്ങ് ഉറങ്ങിക്കളയാം എന്നാൽ കർത്താവ് പറയുന്നത് എന്താ? ഫോർ ദിസ് റീസൺ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് ഇതതിൻ്റെ തൊട്ട് മുമ്പേ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു, 12-ാമത്തെ വാക്യം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ, എല്ലാം ദൈവത്തിന് വെളിച്ചം വന്ന് എല്ലാം എക്സ്പോസ് ചെയ്യും, എല്ലാം പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് ഉറങ്ങുന്നതിനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്ന് പറയുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ 15-ാമത്തെ വാക്യം എഫേസ്യർ 5:15, സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല, ബി കെയർഫുൾ ഹൗ യു വാക്ക്. എങ്ങനെ നമ്മൾ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കാലുകൊണ്ട് നടക്കുന്ന ആ ഒരു കാര്യമല്ല, മറിച്ച് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെ പെരുമാറുന്നത്, എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്താ സംസാരിക്കുന്നത്, എങ്ങനെ ഇടപഴകുന്നത്. ബി കെയർഫുൾ ഹൗ യു വാക്ക് നോട്ട് എസ് അൺവൈസ് മെൻ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടക്കുവാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. നമുക്ക് ടൈമൊക്കെ നമ്മൾ അത് തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ റിഡീം യുവർ ടൈം. എക്സാഗുറോപ്സോ എന്ന് പറഞ്ഞൊരു വാക്കാം. മേക്ക് മോസ്റ്റ് ഓഫ് യുവർ ടൈം നാം NASB എഴുതിയിരിക്കുന്ന KJV റിഡീം ദ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലിറ്ററലായിട്ടുള്ള വാക്ക് എക്സാഗുറോസോ എന്ന് പറഞ്ഞാൽ റിഡീം ചെയ്യുക, ഒരു വില കൊടുത്ത് വീണ്ടെടുക്കുന്നതിന് പറയുന്നത് എക്സാഗുറോസോ എന്ന് പറഞ്ഞാൽ സമയം, ലോകത്തിന് അധിപതിയായിട്ടുള്ള പിശാച് നമ്മളുടെ ജഡത്തിലൂടെ ഈ സമയം, നമുക്കുള്ള സമയത്തെ ഇങ്ങനെ കെട്ടിവെച്ചേക്കുക. അത് ജഡത്തിനായിട്ട് ഉപയോഗിക്കാതെ, ജഡം എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു കാര്യങ്ങളല്ല. ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയം സെൽഫ്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കാതെ അത് കർത്താവിനായിട്ട് നമ്മളുടെ സമയം ഉപയോഗിക്കാൻ തക്കവണ്ണം നമ്മളുടെ 24 മണിക്കൂറും കർത്താവെ, ഞാൻ ഉണ്ടാലും ഉറങ്ങിയാലും എല്ലാം കർത്താവിനോട് കൂടി ആയിരിക്കണം. 1 തെസ്സലോനിക്കർ 5:10 വായിക്കുന്നത്, ഉണ്ടാലും ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും എല്ലാം കർത്താവിനോട് കൂടെ ജീവിക്കേണ്ടതിനാ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്ന 1 തെസ്സലോനിക്കർ 5:10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഉണർവോടെ ഇരിക്കണം. അങ്ങനെ ഉറങ്ങിപ്പോയ ഒരു സഭാമൂപ്പിനെ കുറിച്ച് നമ്മൾ സർദീസിലെ സഭാമൂപ്പിനെ കുറിച്ച് വെളിപാട് 3-ന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു, വലിയ ആത്മീയനായ സഹോദരൻ, പേരൊക്കെ ഉണ്ട്. പക്ഷേ നീ മരിച്ചവനാകുന്നു, ജീവനുള്ളവൻ നിങ്ങൾക്ക് പേരുണ്ടെങ്കിലും അതാ വെളിപാട് 3-ന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയും, ഉണർന്നു കൊള്ളുക. പെട്ടെന്നൊരു അടിയിടിച്ചിട്ട് ഉണരാൻ പറയുന്നവണൊക്കെ പെട്ടെന്നൊരു ശബ്ദം. ചാവാറായ ശേഷിപ്പുകൾ, ചാവാറായി, അതങ്ങ് അതിൻ്റെ ആ ജീവനൊക്കെ അങ്ങ് പോവാറായി. അതിൻ്റെ ശേഷിപ്പുകളായിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ചില ശേഷിപ്പുകളേ ഉള്ളൂ. എല്ലാം അങ്ങ് മരണം ഗ്രസിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല, അതങ്ങ് പൂർണ്ണതയുള്ളതായിട്ട് കണ്ടില്ല. അത് പൂർണ്ണതയുള്ള പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ ശക്തിയിലൂടെ ദൈവത്തിൻ്റെ നാമഹത്വത്തിലായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്
ആ ഫുൾ സർക്കിൾ, പൂർണ്ണതയുള്ള പ്രവൃത്തികൾ. നീ പക്ഷെ ഉറങ്ങിക്കൊണ്ടിരിക്കുക, നീ ഉണർന്നു കൊള്ളുക എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വചനത്തിലുടനീളം ആ ഒരു ബി അലേർട്ട് നമ്മളെ ഗ്രിഗോറിയോ എന്നുള്ള പദം ഒരുപാട് തവണ ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ അവസാന കാലത്തേക്ക് വരുമ്പം ആത്മീയമായിട്ടങ്ങോ ഉറങ്ങിപ്പോകാൻ, നമ്മുടെ സ്നേഹമൊക്കെ അങ്ങ് തണുത്ത് പോകാൻ, കർത്താവിനോടുള്ള സ്നേഹമാവട്ടെ, സഹോദരങ്ങളോടുള്ള സ്നേഹമാവട്ടെ, അതൊക്കെ അങ്ങ് തണുത്ത് പോകാൻ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന കാര്യമാവട്ടെ, നമ്മുടെ സഭാ കൂടിവരവുകളായിട്ട്, നമ്മുടെ ബൈബിൾ വായനയാവട്ടെ, കുടുംബ പ്രാർത്ഥനയാവട്ടെ, ഓരോ കാര്യങ്ങളിലൊക്കെ ഒരു തണുപ്പ് വന്ന് രണ്ടൊരു ചടങ്ങ് പോലെയൊക്കെ അങ്ങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് മിസ്സാവുന്നു, ചിലപ്പോൾ അങ്ങനെ അങ്ങ് തിരക്കിനിടയിൽ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പല കാര്യങ്ങൾ. അതായത് അങ്ങനെ പോയി നമ്മൾ അവസാനം കർത്താവിൻ്റെ വരവിൽ നാളിൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ്, അയ്യോ കർത്താവേ, ഞാൻ വേണ്ടുവണ്ണം അവിടത്തേക്കായിട്ട് പ്രയോജനപ്പെട്ടില്ലല്ലോ, അവിടത്തേക്കായിട്ട് ഞാൻ ജീവിച്ചില്ലല്ലോ, ഞാൻ ഉറങ്ങിപ്പോയല്ലോ എന്ന് അന്ന് നമ്മൾ തിരിച്ചറിയുവാണെങ്കിൽ എത്ര വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ എന്നാൽ ഇന്ന് തന്നെ ഉറങ്ങാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വസ്ത്രങ്ങളെ കാക്കണം. നമ്മൾ തിരിച്ച് 16-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തിൽ ഞാൻ കള്ളനെ പോലെ വരും. അത് ഇരുട്ടിലുള്ളവർക്ക് കള്ളനെ പോലെ വരുന്നേ. നമ്മൾ ഇരുട്ടിലുള്ളവരാകരുത്, ഞാൻ കള്ളനെ പോലെ വരുന്ന കർത്താവ് തന്നെ സുവിശേഷങ്ങളിലും പറയുന്ന കാര്യം നമുക്കറിയാം. കള്ളനെ മുന്നേ ഡേറ്റും ടൈമും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിങ്ങൾ ഇന്ന വീട്ടിൽ വരാൻ പോവുക, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടൊന്നും വാർണിങ്ങും മുന്നറിയിപ്പൊന്നും തന്നിട്ടല്ലേ കള്ളൻ വരുന്നത്. കള്ളനെ ആരും നനയ്ക്കാത്ത നേരത്താണ് വരുന്നത്. അതുപോലെ അണവെയറായിട്ടായിരിക്കും ഏറ്റവും. അതുപോലെ കള്ളനെ പോലെ വരും. നിന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കണം, തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ട്. അതാ സ്റ്റേസ് എവേക്ക് ആൻഡ് കീപ്സ് ഹിസ് ക്ലോസ്. ആ എവേക്ക് എന്നുള്ള ആ വാക്ക് അവിടെ ഗ്രിഗോറിയോ എന്നുള്ള അതേ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപാട് 3:3 ആ ഒരു 3:3 ഇപ്പോൾ സർദിസ് മൂപ്പനോട് പറഞ്ഞ ആ ഒരു അവിടെയും വെളിപാട് 3:3 ഈ ഒരു ഗ്രിഗോറിയോ എന്നുള്ള അതേ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചേ? നീ ഉണരാതിരുന്നാൽ എന്നുള്ള കാര്യം, ഇഫ് യു ഡു നോട്ട് വേക്ക് അപ്പ്, ആ ഒരു ഉണരാതിരുന്നാൽ എന്നുള്ള ആ വാക്ക്, അതാ നീ ഗ്രിഗോറിയോ അല്ലെങ്കിൽ നിനക്ക് അലേർട്ട്നെസ് വരാതിരുന്നാൽ എന്നുള്ളൊരു ആ കാര്യം, ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ ഉണരാതിരുന്നാലാ ഞാൻ കള്ളനെ പോലെ വരുന്നത്. ഉണർന്നിരിക്കുന്നവർക്ക് കള്ളനെ പോലെ അല്ല വരുന്നത്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് കള്ളനെ പോലെ വരുന്നത്. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരുമെന്ന നമ്മളവിടെ വെളിപാട് 3:3 വായിക്കുന്നത്. അപ്പോൾ അതാ ഇവിടെയും വായിക്കുന്നത്, കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുന്ന തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ച്. നമ്മളുടെ ഉടുപ്പ് ദൈവം തന്നിരിക്കുന്ന നീതിയങ്കിയുണ്ട്, പിന്നെ കർത്താവിൻ്റെ മണവാട്ടി വസ്ത്രം, കർത്താവ് ആ വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ, ആ മണവാട്ടി വസ്ത്രം എന്നൊക്കെ നമ്മൾ വെളിപാട് 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. വെളിപാട് 19 അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലൊക്കെ ആ വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ് ആ വിശേഷ വസ്ത്രം എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം നമുക്കൊന്ന് നീതി അങ്കി ഉണ്ട്. നീതി അങ്കി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ നീതി നമുക്കായിട്ട് കണക്കിട്ടിരിക്കുന്നു എന്നുള്ളൊരു നീതി അങ്കി, കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ റോമർ 3, 4, 5 അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നീതി അങ്കി എന്നുള്ളൊരു പദം തന്നെ നമ്മൾ യെശയ്യാവ് 61:10 നമ്മൾ വായിച്ചായിരുന്നു. റോബ് ഓഫ് റൈച്ചസ്നെസ്, കർത്താവ് നമുക്കൊരു നീതി അങ്കി തന്നിരിക്കുന്നു, കർത്താവിൻ്റെ നീതി നമുക്കായിട്ട് കണക്കിട്ടിരിക്കുന്നു. എന്നാൽ പിന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ കർത്താവിനുള്ള സ്നേഹത്തിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു വിശേഷ വസ്ത്രമായിട്ട് രൂപപ്പെടുന്നു. കർത്താവിന് മണവാട്ടി വസ്ത്രമായിട്ട്, കർത്താവിനായിട്ടുള്ള കുഞ്ഞാടിൻ്റെ നാളിലേക്കുള്ള മണവാട്ടി വസ്ത്രമായിട്ട് രൂപപ്പെടുന്നു. അപ്പോൾ ഈ ഉടുപ്പൊക്കെ നമ്മൾ സൂക്ഷിക്കണം. കീപ്സ് ഹിസ് ക്ലോസ്. തെരയോ എന്നുള്ളൊരു വാക്ക്, തെരയോ, സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് ഉടുപ്പ് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെ ഉടുപ്പ് സൂക്ഷിക്കുന്നത്, അതിൻ്റെ ഒരു ബെൽറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ അത് വിസ്തരിച്ച് നമ്മൾ പലപ്പോഴും വീണ്ടും ചിന്തിച്ചിട്ടുണ്ട്. ഞാനതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ ഒരു അന്നത്തെ കാലത്തൊക്കെ ആ വലിയ റോബൊക്കെ ഒരു ബെൽറ്റിൽ കീപ്പ് ചെയ്തില്ലെങ്കിൽ ആ ഉടുപ്പ് അങ്ങ് ഡിസ്മാൻഡിൽഡായിട്ട് അതങ്ങ് അഴിഞ്ഞു പോകാം, ആളുടെ ലജ്ജ വെളിവാകാം. അപ്പോൾ ആ ബെൽറ്റ് ആണ് സത്യമെന്ന അരക്കച്ച എന്നുള്ളൊരു കാര്യമൊക്കെ, സത്യമെന്ന ബെൽറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ തന്നെ വായിക്കുന്ന ഒരു കാര്യം. കർത്താവിനും ആ ഒരു മാൻറ്റിൽ, ഗോൾഡൻ മാൻറ്റിലുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. നമ്മൾ ആ ഒരു ബെൽറ്റ്, അത് ദൈവമുമ്പാകെയുള്ളൊരു സത്യസന്ധതയും ആ ഒരു യാഥാർത്ഥ്യബോധവും ഒക്കെയാണ് ആ സത്യമെന്ന ബെൽറ്റ്. ആ ബെൽറ്റിനെ കുറിച്ച് നമ്മൾ എഫേസ്യർ 6-ാം അധ്യായത്തിൽ ഹാവിങ് ഗേർഡഡ് യുവർ ലോയിൻസ് വിത്ത് ട്രൂത്ത് എന്നാണ് 14-ാമത്തെ വാക്യത്തിൽ. നിങ്ങളുടെ അരയ്ക്ക് സത്യം അരയ്ക്ക് കിട്ടുന്ന ആ ഒരു ബെൽറ്റ്, അതാണ് സത്യമാകുന്ന ബെൽറ്റ്. ആ സത്യമാകുന്ന ബെൽറ്റ് അത് കർത്താവിൻ്റെയും മഹാപുരോഹിതനായ യേശു കർത്താവിൻ്റെയും കാന്തയുടെയും
ആ ഒരു സർവായുധ വർഗത്തിലൊക്കെ ഈ ഒരു ബെൽറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ബെൽറ്റ് ഇൻടാക്റ്റ് ആയിട്ടിരുന്നാൽ വസ്ത്രം കാക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം. അതാ നമ്മൾ വെളിപാട് 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പം അത് വെള്ള നിലയങ്കിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഗേർഡഡ് അക്രോസ് ഹിസ് ചെസ്റ്റ് വിത്ത് എ ഗോൾഡൻ സാഷ് 13-ാമത്തെ വാക്യത്തിൽ അത് നമ്മൾ വായിക്കുന്ന നടുവിൽ പൊൻകച്ച മാറത്ത് പൊൻകച്ച കിട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ആ ഒരു പൊൻകച്ച, ആ ഒരു ഗോൾഡൻ സാഷ്, അത് യെശയ്യാവ് 11:5 എന്നൊക്കെ നമ്മൾ ആ ഒരു സാഷ്, ആ ഒരു ഗേർഡിൽ അത് സത്യവും വിശ്വസ്തതയും ഒക്കെയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ യെശയ്യാവ് 11:5 എന്നൊക്കെ കണ്ടായിരുന്നു. പുറപ്പാട് 29:9 28:4 ഒക്കെ ഈ സാഷ് അല്ലെങ്കിൽ ഈ ഗേർഡലിനെ കുറിച്ച് അത് പുരോഹിതന്മാരുടെ വസ്ത്രമായിട്ടുമൊക്കെ ആ വസ്ത്രത്തിലുമൊക്കെ ഈ ഒരു സാഷ് ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മാൻഡിൽ ഗേർഡിലുള്ളതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതാണ് നമ്മളുടെ വസ്ത്രം കാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. ദൈവമുമ്പാകെ ഒരു സത്യസന്ധത, ആ ഒരു ദൈവമുമ്പാകെ ഉള്ളൊരു സത്യസന്ധതയും വിശ്വസ്തതയും. ആ സത്യസന്ധതയും വിശ്വസ്തതയും ഇല്ലാതെ ആയിരിക്കുമ്പോൾ ബെൽറ്റ് ഇല്ലെങ്കിൽ വസ്ത്രം അഴിഞ്ഞു പോയി അത് ജാതികളുടെ മുമ്പാകെ ദൈവനാമം ദുഷിക്കപ്പെടുവാൻ, ലജ്ജ വെളിവായിട്ട് ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ഇടയാവുന്നു. ഇന്നിപ്പം ഇന്ന് യേശുവിൻ്റെ പേരെടുത്തിട്ടുള്ള അനേകർക്ക് ബെൽറ്റില്ല. യേശുവിൻ്റെ പേരെടുത്തിട്ടുള്ള അനേകർ യേശുവിൻ്റെ പേരിൽ പല കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളും അവർ പല വെട്ടിപ്പുകളും തട്ടിപ്പുകളും കള്ളപ്പണവും അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നടക്കുമ്പോൾ അവർക്ക് ബെൽറ്റില്ല. അവരുടെ വിശ്വസ്തത ഇല്ലായ്മ അത് ജാതികൾക്ക് മുമ്പാകെ വെളിവാകുന്നു. കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു. അവരുടെ വസ്ത്രം കാക്കപ്പെടുന്നില്ല. വസ്ത്രം അഴിഞ്ഞ് അവരുടെ നഗ്നത, അവരുടെ ലജ്ജ വെളിവാകുന്നു. കർത്താവിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. റോമർ 2:24 നമ്മൾ വായിക്കുന്ന പോലെ കർത്താവിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. അപ്പോൾ ആ ഒരു ബെൽറ്റില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് പലയിടങ്ങളിലും ക്രിസ്തീയം എന്ന് പറയുന്ന ലോകത്ത് ഇന്ന് നമ്മൾ പലയിടങ്ങളിലും കാണുന്നതെന്ന്. മുമ്പാകെയുള്ളൊരു സത്യസന്ധതയും വിശ്വസ്തതയും, അത് നമ്മളുടെ പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ, അത് നമ്മളുടെ ചിന്താജീവിതത്തിലും നമ്മളുടെ സ്വകാര്യ ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ തൊഴിൽ ജീവിതത്തിലും ഒക്കെ ഉള്ളൊരു വിശ്വസ്തത, മറ്റ് ഓപ്പോസിറ്റ് ജെൻഡർ എതിർലിംഗത്തിൽപ്പെട്ടവരോടുള്ള ഇടപാടുകളിലൊക്കെ ഉള്ള ഒരു ദൈവമുമ്പാകെയുള്ളൊരു വിശ്വസ്തത, ആ കാര്യങ്ങളിലൊക്കെയാണ് ഒരു ബെൽറ്റ് വേണ്ടതായിട്ടുള്ള. ബെൽറ്റ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? വസ്ത്രം എല്ലാം അഴിഞ്ഞു പോവും. തൻ്റെ ഉടുപ്പ് സൂക്ഷിക്കാതെ ജാഗ്രതിച്ചും കൊള്ളാതിരുന്ന നഗ്നനായിട്ട് നടക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് ലജ്ജ കാണുമാറ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നായി നടക്കാതിരിക്കുവാൻ തക്കവണ്ണം തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും, ഉടുപ്പ് സൂക്ഷിച്ച് ബെൽറ്റൊക്കെ വെച്ച് ഉടുപ്പ് ഇൻടാക്റ്റായിട്ട് കീപ്പ് ചെയ്യുകയും ജാഗ്രതയോടെ ആയിരിക്കുകയൊക്കെ ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. അല്ലെങ്കിൽ ഈ ന്യായവിധി, ഈ യുദ്ധത്തിൻ്റെ ഈ സമയത്ത് നമ്മൾ ഇവിടെ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അകപ്പെട്ട് പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ബ്രാക്കറ്റ്സിലാണ് ഇംഗ്ലീഷിൽ അത് ഇട്ടേക്കുന്നത് 15-ാമത്തെ വാക്യം. എന്നുവെച്ചാൽ ഈ സംഭവങ്ങൾ അർമ്മൂദൻ യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ കാര്യങ്ങൾ വിവരിക്കുന്നതിനിടയിലും ദൈവാത്മാവ് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പ് ദൈവമക്കൾക്ക് നൽകുകയാണ്. അപ്പം ഈ സമയത്ത് നിങ്ങളിവിടെ ഭൂമിയിൽ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽറ്റൊക്കെ ബെൽറ്റൊക്കെ ധരിച്ചുകൊണ്ട് ജാഗ്രതയോടെ ആയിരുന്നാൽ ഈ അർമ്മൂദൻ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഭൂമിയിൽ ഉണ്ടായിരിക്കത്തില്ല. നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. കർത്താവ് ഭൂമിയിലേക്ക് കാലുകുത്തുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധന്മാരോടൊപ്പം കർത്താവിൻ്റെ കൂടെ വന്ന് ആ കർത്താവ് നയിക്കുന്ന യുദ്ധത്തിൽ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ ആണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം 16-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു. 16-ാമത്തെ വാക്യം എന്താ? അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ അല്ലെങ്കിൽ അർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. എന്ന് പറയുന്നത് ആരാ? നമ്മൾ മുമ്പേ വായിച്ച ഈ 3 ആൾക്കാർ. 13-ാമത്തെ വാക്യത്തിൽ സൈറ്റാനിക് ട്രിനിറ്റി, സാത്താനും ഇത് ക്രിസ്തുവും കള്ളപ്രവാചകനും കൂടെ ഈ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തായിട്ട് വായിച്ചു. അപ്പോൾ ഹർമഗദോൻ സ്ഥലത്തിൻ്റെ കാര്യം നമ്മൾ പാന്ത്യപരിചയം പുസ്തകത്തിൽ നമ്മൾ വീണ്ടും വായിച്ചു. യെരുശലേമിന് 50 മൈൽ വടക്കായിട്ടുള്ള ആ ഒരു സ്ഥലമാണ്. അതൊരു വലിയൊരു സ്ഥലത്തിൻ്റെ കാര്യം നമ്മളിവിടെ 16-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വായിച്ചു. 50 നാഴിക വടക്ക് മഗധ് അല്ലെങ്കിൽ ഹർമഗദോൻ എന്ന പേരുള്ള ഒരു നിലമുണ്ട്. അവിടെയാണ് അന്തിമമായിട്ടുള്ള യുദ്ധം നടക്കുന്നത്. കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വന്ന് ഇത് ക്രിസ്തുവിനെ നശിപ്പിച്ച് ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോഴാണിത്. ആ ഹർമഗദോൻ യുദ്ധ സമയത്ത് ഭൂതാത്മാക്കളുടെ ഭരണാധികാരികളെ, അതായത് പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയൊക്കെ ആവേശിക്കുകയും അവരിലേക്ക് ചെന്ന് അവർ ഹർമഗദോനിൽ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ കൂടി വരികയും ചെയ്യും. പിന്നെ
17-18 വാക്യങ്ങളുടെ ആ 17-18 19 20 കുറച്ചേ ഉള്ളൂ. അത് രണ്ടും കൂടെ അപ്പം 17-18 19 20 കൂടി ഇപ്പം ജേക്കബ് ബ്രദർ ഇപ്പം വായിക്കൂ. വാക്യം 17-18. ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലിയ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. ഒലിവുമലയിൽ യേശു തന്റെ പാദങ്ങൾ വയ്ക്കുന്ന സമയത്ത് ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പങ്ങളിലൊന്ന് സംഭവിക്കും. അപ്പോൾ പർവ്വതങ്ങൾ രണ്ടായി പിളരും. വാക്യം 19-20. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമധ്യമുള്ള പാത്രം ബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണാൻ ഇല്ലാതെയായി. ഇത് തന്നെയാണ് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോഴും നാം കണ്ടത്. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. വെളിപ്പാട് 6:14. അപ്പം നമ്മളിപ്പം വെളിപ്പാട് 16-ാം അധ്യായത്തിൻ്റെ 17, 18, 19, 20 വാക്യങ്ങൾ, 4 വാക്യങ്ങൾ നമ്മളിപ്പം കണ്ടു. അതിൻ്റെ 17-ാമത്തെ വാക്യം, വെളിപ്പാട് 16-17, 7-ാമത്തവൻ. അപ്പം നമ്മൾ 6-ാമത്തെ കലശം വരെ നമ്മൾ വായിച്ചായിരുന്നു. 5-ാമത്തെ കലശമാണ് ഇത് ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ, അവൻ്റെ അധികാരത്തിൽ. 5-ാമത്തെ കലശം കൊണ്ടും അവനങ്ങ് ഒന്നും ആയില്ല. എന്ന് വെച്ചാൽ അവന് അത് കഴിഞ്ഞിട്ട് അവന് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നേ. 10-ാമത്തെ വാക്യത്തിൽ 5-ാമത്തവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന് മേൽ ഒഴിച്ചു. പിന്നെ 12-ാമത്തെ വാക്യത്തിൽ 6-ാമത്തവൻ തൻ്റെ കലശം യുഫ്രാത്തീസ്, അതായത് യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. അപ്പം വെള്ളം പറ്റിപ്പോയപ്പോഴാണ് ഒരുപക്ഷെ ചൈനീസ് ആർമി ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം. ചൈനയുടെ ആർമി പോലെ വലിയൊരു ആർമി വന്ന് 200 മില്യൺ ആൾക്കാരുള്ള ഒരു ആർമിയെക്കുറിച്ച്, 200 ദശലക്ഷമുള്ള ആർമിയെക്കുറിച്ച് വെളിപാട് 9-16 ഈ ആർമിയെക്കുറിച്ച് പറയുന്നത്. അപ്പം അത് കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ എന്ന് പറഞ്ഞിരുന്നത് ചൈനീസ് ആർമി ആയിരിക്കാം എന്നൊക്കെ നമ്മൾ അന്തിമോചന പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചു ആ കാര്യം. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മളിപ്പം 17-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ കലശം കഴിഞ്ഞിട്ട് 7-ാമത്തെ കലശത്തിൻ്റെ കാര്യം വായിക്കുന്നത്. അപ്പം 17-ാമത്തെ വാക്യം 16-17 ഏഴാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. അതാ ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞൊരു വലിയൊരു ശബ്ദം, ലൗഡ് വോയിസ്, വലിയ ശബ്ദം. അത് കെയിം ഔട്ട് ഓഫ് ദി ടെമ്പിൾ ഫ്രം ദ ത്രോൺ. അത് ദൈവത്തിൻ്റെ ഒരു ശബ്ദം ഉണ്ടായതായിട്ട് നമ്മളിവിടെ വായിക്കുക. അത് ആകാശത്തിലേക്ക് ഒഴിച്ചു, അല്ലെങ്കിൽ വായുവിലേക്ക് ഒഴിച്ചു എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മളിപ്പം 17-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പം വായിച്ചേ. പിന്നെ 18-ാമത്തെ വാക്യത്തിൽ മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഒക്കെ ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ ഇതുപോലെ ഇത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. അപ്പം ഗ്രേറ്റസ്റ്റ് എർത്ത് ക്വേക്ക് നടക്കുന്ന ഒരു സമയമാണ്. ഇതുവരെ വലിയ ഓരോ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര ആൾക്കാർ മരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ടെന്ന്. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിലും വെച്ച്, ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും റിച്ചർ സ്കെയിലാണല്ലോ ഈ ഭൂമികുലുക്കത്തിൻ്റെ തോതൊക്കെ മെഷർ ചെയ്യുന്ന, അളക്കുന്ന ഒരു സ്കെയിലായിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ റിച്ചർ സ്കെയിൽ ഏറ്റവും റീഡിങ് കാണിക്കുന്ന ഒരു ഭൂകമ്പമായിരിക്കും. അപ്പം ആ ഒരു കാര്യമാണ് നമ്മളിവിടെ 18-ാമത്തെ വാക്യത്തിൽ അത്ര വലുതായൊരു ഭൂകമ്പം അതുവരെ ഉണ്ടായിട്ടില്ലെന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിച്ചത്. അപ്പം നമ്മളിപ്പോൾ അന്തിമോചന പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ചതുപോലെ ഒലിവുമലയിൽ യേശുവിൻ്റെ കാൽപാദങ്ങൾ വയ്ക്കുന്ന സമയത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നൊരു കാര്യം, പർവ്വതങ്ങൾ രണ്ടായിട്ട് പിളരുന്നൊരു കാര്യം, അത് നമ്മൾ സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സെഖര്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, അതായത് സെക്കൻഡ് ലാസ്റ്റ് ബുക്ക് ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്, മലാഖിക്ക് മുമ്പായിട്ട് സെഖര്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം, സെഖര്യാവിൻ്റെ പുസ്തകത്തിന് അവസാനത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ള പ്രവചനം നമ്മളെന്താ വായിക്കുന്നത്? എൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ, അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കുവാൻ യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരുശലേമിനെ യുദ്ധത്തിനായി കൂട്ടിവരുത്തും. യെരുശലേമിനെതിരായിട്ട് യുദ്ധത്തിനായിട്ട് സകല ജാതികളും കൂടി വരുവാൻ ദൈവം തൻ്റെ പരമാധികാരത്തിൽ അനുവദിക്കും. അത് ദൈവം കൂട്ടിവരുത്തും എന്ന് പറയുമ്പോൾ ദൈവം അത് അനുവദിക്കുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തിലെല്ലാം നടക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയടിക്കുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യും. ജനത്തിൻ്റെ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് തൻ്റെ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാല്, യേശുവിൻ്റെ കാല് യെരുസലേമിന് എതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. കർത്താവ് ഒലിവുമലയിൽ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തതായിട്ട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം കർത്താവ് പോയതുപോലെ തന്നെ വരുന്ന ദൂതന്മാരപ്പം പറഞ്ഞതായിട്ടൊക്കെ ഗലീല പുരുഷന്മാരെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ദൂതന്മാർ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. പോയതുപോലെ തന്നെ കർത്താവ് ഒലിവുമലയിൽ നിന്ന് പോയി ഒലിവുമലയിൽ വന്ന് കാല് ചവിട്ടുന്ന കാര്യമാണ് നമ്മളിവിടെ. അവൻ്റെ കാല് യെരുസലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ, യെരുസലേമിൻ്റെ കിഴക്കായിട്ടാണ് ഒലിവുമല. ഒലിവുമലയുടെ താഴ്വാരത്തിൽ ആ ബഥനിയൊക്കെ ഉള്ളത്. കർത്താവ് ആ ബഥനി വരെ അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ലൂക്കോസ് 24 നമ്മളത് വായിക്കുന്നുണ്ട്. ബഥനി വരെ കർത്താവ് അവരെ കൂട്ടിക്കൊണ്ട് ചെന്നതായിട്ട് വായിക്കുന്നുണ്ട്. ലൂക്കോസ് 24-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം. ലൂക്കോസ് 24-50 അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അപ്പം നമ്മളിവിടെ വെക്കുന്ന ബഥാനിയോളം ചെന്ന് സ്വർഗത്തിലേക്ക് പോയതായിട്ടാണ്. അവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ ഒലിവുമലയോളം. അപ്പോൾ ഇത് രണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒലിവുമലയുടെ താഴ്വാരത്തിൽ എന്തുള്ളത്? ബഥനിയുള്ളത്. അപ്പം ആ ബഥാനിയോളം ചെന്ന്, ആ ഒലിവുമലയുടെ താഴ്വാരത്തിലുള്ള ബഥാനിയോളം ചെന്ന് അവിടെ നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത്. ആ ഒലിവുമലയിൽ തന്നെ കർത്താവ് വന്ന് കർത്താവിൻ്റെ കാൽപാദങ്ങളെ സ്പർശിക്കുമ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്ന കാര്യമാണ് നമ്മളിവിടെ. പർവ്വതങ്ങൾ പിളരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം തന്നെ ഒരു ചെറിയൊരു മല വയനാട് അത് ഇഞ്ഞ് പിളർന്നു വന്നപ്പോഴത്തേക്കും തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, ഗ്രാമം തന്നെ ഒലിച്ചു പോയതായിട്ടൊക്കെ നമ്മൾ വായിച്ചത്. അപ്പോൾ പർവ്വതമൊക്കെ പിളർന്ന് വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കുന്നതിലും വലിയൊരു ഭൂമിയിലൊക്കെ ഉണ്ടാകുന്നൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. സെഖര്യാവ് 14-ന്റെ 4-ാമത്തെ വാക്യത്തിൽ അന്നാളിൽ അവൻ്റെ കാല് യെരുസലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് ഏത് ഡയറക്ഷനിൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നൊക്കെ ദൈവം എല്ലാം മുന്നമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കിഴക്ക് പടിഞ്ഞാറായിട്ട് നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. ഈ പർവ്വതങ്ങളെ പിളക്കുമ്പോൾ അതിനിടയിൽ വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും, അത് കിഴക്ക് പടിഞ്ഞാറായിട്ട് പിളരുമ്പോൾ ഒരു പകുതി വടക്കോട്ടും ഒരു പകുതി തെക്കോട്ടും വാങ്ങിപ്പോവും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. അങ്ങനെയൊക്കെയുള്ള പിന്നെ പല പ്രവചനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ തുടർന്നും ഈ അന്ത്യപ്രവചന പുസ്തകത്തിൽ നമ്മൾ പല പ്രവചനങ്ങളുടെ നിവൃത്തിയെക്കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. നമുക്ക് ആ പോർഷൻ വരുമ്പോൾ ആ കാര്യങ്ങളിലേക്ക് പോകാം. പിന്നെ നമ്മൾ തിരിച്ച് വെളിപാട് 16-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിൻ്റെ 19, 20 വാക്യങ്ങളും കൂടി നമ്മളിപ്പം വായിച്ചല്ലോ. 19-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ച? മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. 3 പാർട്സ്. പർവ്വതങ്ങൾ പിളർന്ന് 2 ഭാഗമായിട്ട് നമ്മൾ വായിക്കുന്നതെന്ന് 3 പാർട്ടായിട്ട് പിളരുന്ന ഒരു കാര്യവും കൂടെ നടക്കുന്നതായിട്ട് ഇവിടെ നമ്മൾ ആ ഗ്രേറ്റ് സിറ്റി 3 പാർട്ടായിട്ട് പിരിയുന്നതായിട്ട്, യെരുസലേം നഗരം മൊത്തമായിട്ട് അത് 3 പാർട്ടായിട്ട് 3 അംശമായിട്ട് പിരിഞ്ഞതായിട്ടാണ് നമ്മൾ പിരിയുന്നതായിട്ട് 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. മഹാനഗരം, അത് യെരുസലേം നഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിൻ്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. ദൈവത്തിൻ്റെ ക്രോധത്തെ മദ്യത്തോട് ഉപമിച്ച് പറയുന്നൊരു കാര്യം നമ്മൾ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ ക്രോധത്തെ മദ്യത്തോട് ഉപമിച്ച് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇതിനു മുമ്പും നമ്മളത് കണ്ടായിരുന്നു. വെളിപാട് 14-ാം അധ്യായത്തിലും ആ ഒരു ക്രോധമദ്യം എന്നുള്ളൊരു കാര്യമൊക്കെ, ദൈവക്രോധത്തിൻ്റെ വീഞ്ഞിനെ കുറിച്ചൊക്കെ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവക്രോധമദ്യം എന്നൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ദൈവവചനത്തെ വളരെ പരിഹസിച്ചുകൊണ്ട് ഒരു നാമധേയ ക്രൈസ്തവ വിഭാഗ ക്രൈസ്തവം എന്ന് പറയുമ്പോൾ ഞാൻ innovated.com ഇടും. ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഒരു ലോഹ ധരിച്ച ഒരു പുരോഹിതനായിട്ടുള്ളൊരു മനുഷ്യൻ സങ്കീർത്തനം അത് മിസ്കോട്ട് ചെയ്തുകൊണ്ട്, അതായത് പറയുന്നത് അത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്ത് വന്നപ്പോൾ വളരെ ദുഃഖത്തോടെ അത് കണ്ടു ഒരു വീഡിയോ. അപ്പോൾ അതിൽ ഈ മദ്യം കുടിക്കുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് ദൈവവചനം മിസ്കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം അതിനകത്ത്
പറഞ്ഞത്. 75-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്. അതിന്റെ തൊട്ട് മുമ്പ് 7-ാമത്തെ വാക്യത്തിൽ ദൈവം ന്യായാധിപതിയാകുന്നു. ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് അവിടെ പറയുന്നത്. സങ്കീർത്തനം 75-ന്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയൂ, യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്. എ കപ്പ് ഇസ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് ആൻഡ് ദ വൈൻ ഫോംസ്. അപ്പൊ അത് ആ പാനപാത്രത്തിലെ വീഞ്ഞ്, ആ മദ്യം, അത് ദൈവത്തിന്റെ ക്രോധമദ്യം. നമ്മളിപ്പം വായിച്ച ദൈവത്തിന്റെ ക്രോധമദ്യമാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് മിസ്കോട്ട് ചെയ്തുകൊണ്ട് ഒരു ലോഹം ഇട്ടുകൊണ്ട് ഒരു മനുഷ്യന് പറയുന്നത് വളരെ ദൈവനാമത്തിന് അപമാനമായിട്ട് തോന്നി. അതിനകത്ത് ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞ് നുരയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവൻ അതിൽ നിന്ന് പകരുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിനെ മട്ട് വലിച്ചു കുടിക്കും എന്ന് പറയുമ്പോൾ മട്ട് വരെ വലിച്ചു കുടിക്കും എന്നാണ് കുറച്ചുകൂടെ അതിൻ്റെ ഒരു കാര്യം. അപ്പം മട്ട് മാത്രം ദുഷ്ടന്മാർക്ക് കൊടുക്കുന്നതായിട്ട് എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ട് അത് തെളിനീര് അപ്പോൾ ആരായിരിക്കും കുടിച്ചത്? യഹോവയോ നീതിമാന്മാരോ ആയിരിക്കും കുടിച്ചത്. അതുകൊണ്ട് നിങ്ങളും വീഞ്ഞു കുടിച്ചോ മദ്യം കുടിച്ചോ എന്ന് വളരെ ലാഘവത്തോടെ ദൈവജനത്തെ കൂട്ടിക്കളഞ്ഞുകൊണ്ട് ആ ഒരു മനുഷ്യൻ പറയുന്നത്, അതും ലോഹയൊക്കെ ഇട്ടുകൊണ്ട് പറയുന്നത് വളരെ അത് ദുഃഖമുളവാക്കിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു അതിനെ മട്ട് വലിച്ചു കുടിക്കുന്ന പറയുമ്പം ഡ്രിങ്ക് ഡൗൺ ഇറ്റ്സ് ഡ്രഗ്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലിരിക്കുന്നത്. അത് മട്ട് വരെ കുടിക്കുമെന്ന് പറഞ്ഞാൽ ആ ക്രോധമദ്യം മൊത്തവും അവർക്ക് ആ ദുഷ്ടന്മാർക്ക് കുടിച്ചു തീർക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നത്. സങ്കീർത്തനം 75-ന്റെ 7-8 വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ചത്. അപ്പം എന്നാൽ ആ ദൈവക്രോധ മദ്യത്തിൻ്റെ ആ ഒരു കാര്യം, അപ്പം ദൈവവചനം എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ എടുത്ത് അത് ഇദ്ദേഹം ഇത് പറയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ കൂട്ടച്ചിരിയോടെ അറ്റ്ലീസ്റ്റ് അപ്പോൾ ഒരു മദ്യം കുടിക്കാമല്ലോ എന്നുള്ള നിലയിൽ. അപ്പം ദൈവവചനത്തെ എങ്ങനെ നിങ്ങൾക്ക് പാപം ചെയ്യണമെങ്കിലും ദൈവവചനത്തെ എവിടെന്നെങ്കിലുമൊക്കെ കൂട്ട് ചെയ്തുകൊണ്ട്, പിശാചും ദൈവവചനം കൂട്ട് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ അടുക്ക് ചെന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമൊക്കെ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. ദൈവവചനത്തെ തന്നെ കൂട്ടിക്കളയുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു നമ്മളിപ്പം തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അത് 19-ാമത്തെ വാക്യത്തിൽ മഹാനഗരം 3 അംശമായി പിരിഞ്ഞ് ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന് ക്രോധമതിയുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. അത് കഴിഞ്ഞിട്ട് 20-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു, സകല ദ്വീപ് ഓടിപ്പോയി മലകൾ കാണുവാനില്ലാതെ. അതേ കാര്യം തന്നെ നമ്മൾ വെളിപാട് 6-14 കർത്താവിൻ്റെ 2-ാമത്തെ വരവിനോട് അനുബന്ധിച്ച് വായിക്കുന്ന കാര്യം. അത് 16-ാം അധ്യായത്തിൻ്റെ വെളിപാട് 6-14 വാക്യത്തിൽ നമ്മൾ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പം സംഭവിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ ഇപ്പം വായിച്ച്. എന്താ 6-14 പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി എന്നുള്ളൊരു കാര്യം നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം അതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ 16-ന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്. പിന്നെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ തുടർന്ന് നമ്മളിനി അടുത്ത ആഴ്ച ദിവസമാഴ്ച നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പം ഒരു ദൈവവചനം എത്ര എക്സാക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവവചനത്തെ തന്നെ കൂട്ടിക്കളയുന്ന പരിഹാസികൾ, ദൈവവചനത്തെ പരിഹസിക്കുന്ന ഒരു സ്കോഫേഴ്സ് എന്നാണ് അങ്ങനെയുള്ളവരുടെ പേര്. അങ്ങനെയുള്ളവരുടെ സ്കോഫേഴ്സിൻ്റെ സീറ്റിൽ, അങ്ങനെയുള്ളവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക പോലും ചെയ്യരുതെന്നാണ് സങ്കീർത്തനം 1-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവവചനത്തെ ദൈവത്തെ പരിഹസിക്കുന്ന രീതിയിൽ വചനത്തെ കൂട്ടിക്കളയുന്നവരായിട്ടുള്ളവർ. സോ അങ്ങനെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരെ ഒഴിഞ്ഞു നിൽക്കണം, അങ്ങനെയുള്ളവർ അവോയ്ഡ് ചെയ്യണം എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിലേക്ക് നോക്കാം. ഒരുക്കത്തോടെ വസ്ത്രം കാക്കുന്നവരായിട്ട് കർത്താവിൻ്റെ മുമ്പാകെ ആ ഒരു നീതിയും വിശ്വസ്തതയും സത്യമാകുന്ന ആ ഒരു അരക്കച്ചയൊക്കെ ഉള്ളവരായിട്ട് ദൈവമുമ്പാകെ കാണപ്പെടുവാൻ വേണം. കർത്താവി വസ്ത്രവും കാക്കുന്നവരായിട്ട് അലേർട്ടായിട്ടുള്ളവർ, ഉണർന്നിരിക്കുന്നവരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിൻ്റെ ആ ഒരു മാനസാന്തരത്തിലൂടെ വിശ്വാസത്തിലൂടെയൊക്കെ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഉണർവുള്ളവരായിട്ടായിരിക്കാൻ, ലോകമയമാകുന്ന വീഞ്ഞു കുടിച്ച് മത്തരാകാതെ കർത്താവിൻ്റെ ആ ഒരു വരവിനായിട്ട്, കർത്താവിനായിട്ട് ആ ഒരു ആത്മീയമായിട്ടുള്ള റിയാലിറ്റീസ്, ആത്മീയമായിട്ടുള്ള സത്യങ്ങളെക്കുറിച്ച് ഒരു ഉണർവുള്ളവരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, നിറച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും അവിടുത്തെ മുമ്പാകെ ഏറ്റവും താഴ്മയോടെ നുറുക്കത്തോടായിരിക്കാൻ, അവിടുത്തെ വചനത്തിൻ്റെ മുമ്പാകെ ഭയത്തോടെ വിറയലോടായിരിക്കാൻ കർത്താവെ, ആ വചനം കർത്താവെ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാനും കർത്താവെ ആ വചനത്തെ കൂട്ടിക്കളയാതെ മറിച്ച് കർത്താവെ ആ വചനത്തെ ഏറ്റവും ഭയഭക്തിയോടെ എടുക്കുവാനും കർത്താവെ അത് മനസ്സിലാക്കുവാനും പകർന്നു കൊടുക്കുവാനും ഒക്കെ ഞങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉണർവുള്ളവരായിരിക്കാൻ കർത്താവെ അങ്ങ് സഹായിക്കണം. കർത്താവെ ആ ശേഷിപ്പുകളെല്ലാം, ചാവാറായ ശേഷിപ്പുകളൊക്കെ ശക്തിപ്പെടുത്തി
കർത്താവെ അവിടുത്തെ മുമ്പാകെ പൂർണ്ണതയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരായിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർവോടെ എപ്പോഴും ആയിരിക്കാൻ കർത്താവെ അവിടുത്തെ ദിവസം, അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ നാളിൽ കർത്താവെ അന്നൊരു കെണി പോലെ ഞങ്ങൾക്കായി ആർക്കും ആയി പോകാതിരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും അങ്ങനെയെന്നവണ്ണം കർത്താവെ ഓരോ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ, അങ്ങനെയെന്നവണ്ണം ജീവിപ്പാനും ഒക്കെ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലവിധ ലോകത്തിൻ്റെതായ പല ജോലികളും പല പ്രവൃത്തികളിലും ഒക്കെ ഉത്തരവാദിത്തങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴൊക്കെ അവിടെ എല്ലാം ഉണർവുള്ള ഹൃദയത്തോടെ ആത്മീയമായിട്ട് ഞങ്ങൾ കർത്താവെ ഉറങ്ങുമ്പോൾ പോലും ഞങ്ങളുടെ ഹൃദയം പ്രിയൻ്റെ ശബ്ദത്തിനായിട്ട് ഉണർന്നിരിക്കുന്നവരാകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിരന്തരമായിട്ട് നിറച്ചുകൊണ്ടേയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ സഹായിച്ചാട്ടെ, അവിടെ ആത്മാവിനാൽ നിറച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നില്ല യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.